ലിവറിനെ സംബന്ധിച്ചോളം ഡെയിലി ഒരു പെഗ് 2 പെഗ് 1 പെഗ് എടുക്കുന്നത് നല്ലതല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യമായിട്ടുള്ള സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വിജിലൻ്റ് ആയിരിക്കണം ലിവറിൻ്റെ കാര്യത്തിൽ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആയതുകൊണ്ട് മാത്രം എൻ്റെ ലിവർ നോർമൽ ആണെന്ന് വിചാരിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിക്കും, നമ്മൾ രണ്ടുപേരും പോയി അൾട്രാസൗണ്ട് ചെയ്യും, നമ്മൾ ഒരാൾക്ക് ഫാറ്റ് ലിവർ ഡെഫിനറ്റ്ലി കാണും. മുഖത്ത് ചിലയിടങ്ങളിൽ കറുപ്പ് വരുന്നു, വല്ലാത്തൊരു കറുത്ത നിറം മുഖത്തെ വ്യാപിക്കുന്നത് കരളിൻ്റെ പ്രശ്നമാവാന്ന് ഇങ്ങനെ പറയാറുണ്ട്. അത് സത്യം തന്നെയാണ്. അത് ഏത് ലിവർ ക്യാൻസർ എന്നല്ല, ഏത് ക്യാൻസറിൻ്റെ ലക്ഷണം അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്. അതായത് നമ്മൾ വെയിറ്റ് കുറയാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല, അതായത് എക്സസൈസും ഡയറ്റും ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ വെയിറ്റ് വളരെയധികം ഒരു 6 months കൊണ്ട് വളരെയധികം വെയിറ്റ് കുറയും. നമ്മൾ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരിടത്ത് ഇരുന്ന് സംസാരിക്കുന്നതിനെക്കാട്ടിയും ഒന്ന് നടന്ന് സംസാരിക്കുക. അതൊക്കെ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് കൂട്ടും. ഇന്ത്യ പോലൊരു രാജ്യത്തിൽ ഹെപ്പറ്റൈറ്റിസ് ഇപ്പോഴും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു രോഗം തന്നെയാണ്. ലിവർ ഡിസീസ് വന്നേക്കാം എന്നുള്ള സാഹചര്യത്തിലുള്ള ആൾക്കാരൊക്കെ നേരത്തെ തന്നെ പോയി ലിവർ ഡിസീസിന് വേണ്ടി സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ് കൊടുക്കാവുന്ന അഡ്വൈസ്. വളരെ ഏർലി ലിവർ ക്യാൻസർ ഒരു നോഡ്യൂൾ ആണെങ്കിൽ നമുക്കതിനെ കരിച്ച് കളയുന്ന പോലത്തെ വളരെ മൈൽഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഡോക്ടർ, എനിക്കറിയാം അങ്ങ് SK ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്, ഒപ്പം ഹെപ്പറ്റോളജിയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ ഒരു കരളിൻ്റെ വിദഗ്ധനെ കിട്ടുമ്പോൾ എനിക്ക് അങ്ങയോട് ആദ്യം ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, കരൾ രോഗങ്ങൾ പൊതുവേ സൈലൻറ്റ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. അത് പെട്ടെന്ന് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല, അറിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വൈകി പോയിട്ടുണ്ടാവാം. ഇത് എത്രത്തോളം ശരിയാണ്? സൈലൻറ്റ് ഡിസീസ് ആണോ പൊതുവേ കരൾ രോഗങ്ങൾ? തീർച്ചയായിട്ടും. കരളിന് നമ്മുടെ ശരീരത്തിലെ ബാക്കി അവയവങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേക തരം കഴിവുണ്ട്. ഇതിനെ നമ്മൾ റീജനറേറ്റീവ് കപ്പാസിറ്റി അഥവാ പുനർജനിക്കാനുള്ള കഴിവെന്നൊക്കെ പറയും. അതായത് കരളിലെ കോശങ്ങൾക്ക് ചെറിയ നാശം സംഭവിച്ചാലും, അതായത് ഇപ്പം മദ്യപിച്ച് കരളിലെ കോശങ്ങൾക്ക് നാശം വരുന്നു, അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പടിഞ്ഞ് കോശങ്ങൾക്ക് നാശം വരുന്നു, ഇങ്ങനെയൊക്കെ നാശം വന്നാലും കരൾ സ്വന്തമായിട്ട് റീജനറേറ്റ് ചെയ്ത് ആ ഡാമേജ് അങ്ങ് നികത്തും. അങ്ങനെ വർഷങ്ങളോളം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകുന്നില്ല. കരളിന് ഡാമേജ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഒരുപാട് നാൾ ഇതേപോലെ കരളിന് ഓരോ കോശങ്ങൾക്ക് ഡാമേജ് സംഭവിച്ച് ഒരു പരിധിക്കപ്പുറം പോയാൽ മാത്രമേ കരൾ രോഗങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ദ ലിവർ വിസ്പേഴ്സ് ഫോർ ഇയേഴ്സ് ബിഫോർ ഇറ്റ് സ്ക്രീംസ് എന്ന് പറയാറുണ്ട്. അപ്പം അത് ലിവർ സ്ക്രീം ചെയ്യുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും കരൾ രോഗമുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ബാക്കി അവയവങ്ങളെ പോലൊന്നുമല്ല. ബാക്കി അവയവങ്ങൾക്ക് ഇപ്പം ഒരു ഹൃദയത്തിന് അസുഖം വന്നാൽ വളരെ നേരത്തെ തന്നെ നമുക്ക് സിംറ്റം വരാം. ഈവൻ വയറിനൊരു അസുഖം വന്നാൽ പോലും നേരത്തെ സിംറ്റം വരാം. പക്ഷേ ലിവറിൻ്റെ അസുഖങ്ങൾ അങ്ങനെയല്ല. ഈ ലിവറിന് റീജനറേറ്റീവ് കപ്പാസിറ്റിയും വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ലിവറിൻ്റെ അസുഖങ്ങളുടെ സിംറ്റംസ് വളരെ ലേറ്റ് ആയിട്ടേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ഡോക്ടർ, അപ്പോൾ അങ്ങ് അനുഭവത്തിൽ കണ്ടിരിക്കുന്നത് ഒരു ലിവർ ഡിസീസിൻ്റെ സിംറ്റംസുമായിട്ട് ഒരു പേഷ്യൻ്റ് ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ അത് എത്രത്തോളം വൈകിയിരിക്കും, എത്രത്തോളം അത് പുരോഗമിച്ചിരിക്കും ആ രോഗം? നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഇപ്പോൾ ഒരു സിറോസിസ് രോഗിക്കാണ് യൂഷ്വലി ഈ സിംറ്റംസ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ഫാറ്റി ലിവറിന് സാധാരണ രീതിയിൽ സിംറ്റംസ് ഉണ്ടാകില്ല. ഏർലി സ്റ്റേജിൽ അകാരണമായിട്ട് ഒരു ക്ഷീണമായിട്ടോ ഒരു വയറിൻ്റെ വലത്തെ ഭാഗത്ത് ചെറിയൊരു വേദനയോ അങ്ങനെയൊക്കെ വളരെ മൈൽഡ് സിംറ്റംസേ കാണും. ഈവൻ ഏർലി സിറോസിസിൽ പോലും ഈ സെയിം രോഗലക്ഷണങ്ങളെ കാണുള്ളൂ. അതായത് അകാരണമായിട്ടുള്ള ക്ഷീണം, കാലിൽ ചെറിയ നീര് ചിലപ്പോൾ വന്നേക്കാം, അല്ലാതെ വേറെ രോഗലക്ഷണങ്ങളൊന്നും കാണില്ല. സിറോസിസ് ഒരു ഡീകോമ്പൻസേഷൻ നമ്മൾ പറയും. അതായത് കരളിൻ്റെ പ്രവർത്തനം ഏകദേശം ഒരു 70% കൂടുതൽ തകരാറായതിനു ശേഷമാണ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് കരളിന് ഒരു 20-30% വരെ മാത്രം കരൾ പ്രവർത്തിക്കുന്ന അവസ്ഥ എത്തുമ്പോഴാണ് കരളിലെ ഓരോ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഇപ്പം ജോണ്ടിസ് വരിക, അല്ലെങ്കിൽ വയറിൽ ഫ്ലൂയിഡ് കിട്ടുക, അതിന് നമ്മൾ അസൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ രക്തം ഛർദ്ദിക്കുക, ബോധാവസ്ഥയിൽ വ്യത്യാസം വരിക, അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് ലിവർ സിറോസിസ് റിലേറ്റഡ് സിംറ്റംസ് അല്ലെങ്കിൽ ലിവർ സിറോസിസ് റിലേറ്റഡ് ഡീകോമ്പൻസേഷൻസ് നമ്മൾ പറയും. അത് വരുന്നത് കരളിൻ്റെ ഒരു 20-30% ഫങ്ഷൻ മാത്രം ബാക്കിയുള്ളപ്പോഴാണ്. ഓക്കെ ഡോക്ടർ, അതിലേക്ക് വരും മുൻപേ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു സംശയമുള്ളത്, എന്തൊക്കെയായിരിക്കും നിങ്ങൾ അവഗണിക്കരുത് എന്നുള്ള ഏർലി സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? ലിവർ ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏർലി സിംറ്റംസ് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ടുള്ള സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വിജിലൻ്റ് ആയിരിക്കണം ലിവറിൻ്റെ കാര്യത്തിൽ. ഫോർ എക്സാമ്പിൾ, ലിവർ ഡിസീസ് വന്നേക്കാം എന്നുള്ള സാഹചര്യത്തിലുള്ള ആൾക്കാരൊക്കെ നേരത്തെ തന്നെ പോയി ലിവർ ഡിസീസിന് വേണ്ടി സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ് അതിന് നമ്മൾ കൊടുക്കാവുന്ന അഡ്വൈസ്. ലിവർ ഡിസീസിൻ്റെ സിംറ്റംസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എന്നാലും പൊതുവേ പറയുകയാണെങ്കിൽ ഒരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു ഫെറ്റീഗ്, ഒരു ക്ഷീണം അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വയറിൻ്റെ വലത്തെ ഭാഗത്ത് ഒരു ഭയങ്കര കഠിനമായിട്ടുള്ള വേദനയാണെങ്കിൽ അത് ലിവറിൻ്റെ ആയിരിക്കില്ല, വളരെ മൈൽഡായിട്ടൊരു ഡൾ ഏക്കിങ്, ഒരു പെയിൻ പോലെ വരിക, കാലിൽ നീര് വരിക, ഇങ്ങനെയൊക്കെ ഉള്ളവർ ഡെഫിനറ്റ് ആയിട്ട് ഒരു ലിവർ ഡിസീസ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യണം. പിന്നെ ലിവറിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസ്, അതായത് കണ്ണിലോ മൂത്രത്തിലോ മഞ്ഞ വരിക, ജോണ്ടിസ് വരിക, അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ലിവർ സ്ക്രീനിങ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ വയറ് പെരുകി വരിക, വയറിൽ ഗ്യാസ് കൊണ്ടും പെരുകി വരാം, പക്ഷേ ഫ്ലൂയിഡ് കൊണ്ടും ചിലപ്പോൾ പെരുകി വരാം. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് കുറച്ച് ഒരു അഡ്വാൻസ് ലിവർ ഡിസീസ് സിംറ്റമാണ്. ഏർലി ലിവർ ഡിസീസിൽ സിംറ്റംസ് ഒന്നും തന്നെ വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ഇപ്പം
നിങ്ങൾ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോൾ അങ്ങനെ ഏതെങ്കിലും മെറ്റബോളിക് ഡിസീസ് ഉള്ള ആളാണെങ്കിൽ ഗെറ്റ് സ്ക്രീൻ ഫോർ യുവർ ലിവർ ഹെൽത്ത്. അതേപോലെ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഗെറ്റ് സ്ക്രീൻ ഫോർ യുവർ ലിവർ ഹെൽത്ത്. അല്ലെങ്കിൽ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും, ഈ ഫുഡും വെള്ളവും വഴി വരുന്ന ഹെപ്പറ്റൈറ്റിസ്, അല്ലെങ്കിൽ ഈ നീഡിൽ ഷെയറിങ് അങ്ങനെയൊക്കെ ഉള്ളവർ, എസ്പെഷ്യലി IV ഡ്രഗ് അബ്യൂസസ്, അങ്ങനെ ലിവർ ഡിസീസ് വരാനുള്ള സെറ്റിംഗ് ഉള്ള ആരാണെങ്കിലും യു ഷുഡ് ഗെറ്റ് ദം സ്ക്രീൻ ഫോർ ലിവർ ഹെൽത്ത് എന്നാണ് പറയുന്നത്. അല്ല സിംറ്റംസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഡോക്ടർ, ഇങ്ങനെ ലിവർ ഡിസീസ് വരാൻ ചാൻസ് ഉള്ള മനുഷ്യരായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കോമൺ ഹ്യൂമൻ ബീയിങ് ആയിക്കോട്ടെ, ഒരു ലിവർ ആരോഗ്യത്തിലാണോ എന്നറിയാൻ ഒരു റുട്ടീൻ ചെക്കപ്പ് എന്ന് പറയാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതിൻ്റെ ഒരു വാല്യൂ എത്ര കിടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിലുള്ള റെഡ് ഫ്ലാഗ്സ്, അതൊന്ന് പറയും. നമ്മുടെ റുട്ടീൻ ലിവർ റിലേറ്റഡ് സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ്, ബ്ലഡിൽ ചെയ്യാവുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ ഒരു പ്രശ്നം എന്നത് തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ പ്രശ്നങ്ങളൊന്നും വരണം എന്ന് തന്നെ നിർബന്ധമില്ല. ഈവൻ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഏർലി സ്റ്റേജസിലൊക്കെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലായിരിക്കും. ചില കേസസിൽ ഏർലി സിറോസിസിൽ പോലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആയിരിക്കും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ യാതൊരുവിധ വ്യത്യാസങ്ങളും വരില്ല. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് ലിവറിൻ്റെ പ്രോബ്ലം ആണെന്ന് അറിയാൻ പറ്റും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആയതുകൊണ്ട് മാത്രം എൻ്റെ ലിവർ നോർമൽ ആണെന്ന് വിചാരിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പമായിട്ടുള്ള ടെസ്റ്റാണ് അൾട്രാസൗണ്ട് അബ്ഡമൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ. അത് റേഡിയേഷനൊന്നും ഉള്ള സ്കാൻ അല്ല, നമ്മുടെ CT MRI പോലെ അത്ര വലിയ പ്രൊസീജിയറൊന്നുമല്ല, വളരെ ജസ്റ്റ് പോയി ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. റേഡിയേഷനൊന്നും ഇല്ല, വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് പെട്ടെന്ന് എടുക്കാവുന്ന ടെസ്റ്റാണ്. അപ്പോൾ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അറ്റ്ലീസ്റ്റ് ഫാറ്റി ലിവർ ഉണ്ടോ അല്ലെങ്കിൽ സിറോസിസ് ഉണ്ടോ എന്നറിയാൻ പറ്റും. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ടിൽ ഒരു ഗ്രേഡിംഗ് ഉണ്ട് ഫാറ്റി ലിവറിന്, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ ഏത് ഗ്രേഡിലാണെന്നും അറിയാൻ പറ്റും. അപ്പോൾ അതൊരു ബേസിക് സ്ക്രീനിങ് ആണ്. അപ്പം അൾട്രാസൗണ്ടും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും നമ്മുടെ ബേസിക് സ്ക്രീനിങ്. പിന്നെ നമ്മുടെ ഈ മെറ്റബോളിക് ഡിസീസസിന് വേണ്ടിയുള്ള സ്ക്രീനിങ് കൂടെ അതിൻ്റെ കൂടെ ചെയ്യുക. അതായത് ഷുഗർ ടെസ്റ്റ് ചെയ്യണം, കൊളസ്ട്രോൾ നോക്കുക, തൈറോയിഡ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതൊക്കെ ആ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ലിവർ സ്ക്രീനിങ് ചെയ്യേണ്ടതാണ്. അപ്പം ബേസിക് ലിവർ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിക് ഡിസീസസിന് വേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റുകളും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും അൾട്രാസൗണ്ട് അബ്ഡമൻ. ഇതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് പിന്നെ നമ്മൾ ഫൈബ്രോ സ്കാൻ അങ്ങനെ ഒരു ലെവൽ മേളിലോട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിലോട്ട് പോകുന്നത്. ഡോക്ടർ, ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, എൻ്റെ കസിൻസിന്, എൻ്റെ ഒരു സിസ്റ്ററിന് എല്ലാവർക്കും ഇപ്പോൾ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ട്. ഇത് നോർമലാണോ? എപ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവറിനെ ഭയപ്പെടേണ്ടത്? അതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്? ഫാറ്റി ലിവർ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫാറ്റി ലിവർ ഉണ്ടല്ലേ. ഇപ്പം തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പഠനത്തിൽ, നമ്മുടെ ഈ ഓൺ സിറ്റിയിൽ നടത്തിയ പഠനത്തിൽ ഏകദേശം 49% ആളുകളിലാണ് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയുന്നത്. അതായത് 2 പേരിൽ ഒരാൾക്ക് ഫാറ്റി. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിക്കും, നമ്മൾ രണ്ടുപേരും പോയി അൾട്രാസൗണ്ട് ചെയ്യും, നമ്മൾ ഒരാൾക്ക് ഫാറ്റി ലിവർ ഡെഫിനറ്റ്ലി കാണും. അപ്പോൾ അത്രയും കോമൺ ആണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ അപകടകാരിയാണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും ആണ്. പക്ഷേ എല്ലാ ഫാറ്റി ലിവറും അപകടകാരികളല്ല. അപ്പോൾ നമുക്കൊരു ഗ്രേഡ് 1 ഫാറ്റ് ലിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. അതിൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് ആവശ്യത്തിൽ കൂടുതലായിട്ട് നമ്മുടെ കരളിലോട്ട് അടിയുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഫാറ്റ് ലിവറിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് സിമ്പിൾ സ്റ്റിയറ്റോസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കരളിൽ 5%-നെക്കാട്ടിലും കൂടുതൽ കൊഴുപ്പടിയുന്നതിനാണ് നമ്മൾ സിമ്പിൾ സ്റ്റിയറ്റോസിസ് എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ കരളിൽ കൊഴുപ്പടിയുന്നതിൻ്റെ കൂടെ തന്നെ കരളിൽ ഇൻഫ്ലമേഷൻ വരുന്നു, അതായത് നീർവീക്കം വരുന്നു. അതിനെ നമ്മൾ സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ആ ഒരു സ്റ്റേജിനാണ് ലിവർ എൻസൈംസ് കൂടി തുടങ്ങുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ ലിവർ എൻസൈംസ് കൂടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ആയി കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജിൽ ഫാറ്റ് മാത്രമുള്ള സ്റ്റേജിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലിവർ ഫൈബ്രോസിസ് എന്ന് പറയും. അതായത് നമ്മുടെ മുറിവ്, ഒരു ശരീരത്തിലൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങത്തില്ല, അപ്പം ഒരു സ്കാർ ടിഷ്യൂ ഫോം ചെയ്യും. അതേപോലെ ലിവറിൽ സ്കാർ ടിഷ്യൂ ഫോം ചെയ്ത് ഫൈബ്രോസിസ്, ലിവറിലെ നാരുകൾ വന്ന് ചുരുങ്ങുന്നതിനെയാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അതാണ് തേർഡ് സ്റ്റേജ്, ലിവർ ഫൈബ്രോസിസ്. പിന്നെ അടുത്ത സ്റ്റേജാണ് സിറോസിസിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റേജസ് ഓഫ് ഫാറ്റ് ലിവർ. നമ്മുടെ അൾട്രാസൗണ്ടിൽ നമുക്ക് ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്ന് പറയുന്നതും ഈ സ്റ്റേജും തമ്മിൽ വ്യത്യാസമാണ്. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ അൾട്രാസൗണ്ട് വെച്ച് നോക്കുമ്പോൾ കരളിൽ ഏകദേശം എത്രത്തോളം കൊഴുപ്പടിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു റഫ് വിഷ്വൽ എസ്റ്റിമേറ്റ് ആണ് ഈ ഗ്രേഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കിഡ്നിയായിട്ട് കരളിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കളർ വ്യത്യാസം വെച്ചിട്ട് ഏകദേശം അറിയാൻ പറ്റും. ആ ഗ്രേഡും ഈ സ്റ്റേജും തമ്മിൽ വ്യത്യാസമില്ല. ഇപ്പോൾ ഗ്രേഡ് 3 ഫാറ്റ് ലിവർ ഉള്ള ആൾക്ക് പോലും ചിലപ്പോൾ സ്റ്റേജ് 1 ആയിരിക്കാം, ഗ്രേഡ് 1 ഫാറ്റ് ലിവർ ഉള്ളവർക്ക് പോലും സ്റ്റേജ് 3 ആയിരിക്കാം. അപ്പോൾ അതും ഈ സ്റ്റേജസ് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് ഏത് സ്റ്റേജിലാണ് ഫാറ്റ് ലിവർ എന്ന് അറിയണമെങ്കിലാണ് പിന്നെ നമ്മൾ ഈ ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റിലോട്ട് പോകുന്നത്. ഡോക്ടർ, ഗ്രേഡ് 1 ഫാറ്റി ലിവറുമായി ജീവിക്കുന്ന, നമ്മൾ പറഞ്ഞു 2-1 മനുഷ്യരുള്ള നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? അവരെന്തൊക്കെയാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്? ഗ്രേഡ് 1 ഫാറ്റി ലിവർ, അതായത് ഗ്രേഡ് 1ഉം സ്റ്റേജ് 1ഉം ആണ് ഞാൻ പറയുന്നത്. സിമ്പിൾ സ്റ്റിയറ്റോസിസ് മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ
ഫാറ്റി ലിവറിന് പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും തന്നെ വേണ്ട, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മാത്രം മതി. ഫാറ്റി ലിവർ ഇസ് ജസ്റ്റ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ലൈക്ക് ഡയബറ്റിസ് ഓർ ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ പറയുന്നത് ഡയറ്റ് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാം. ഡയറ്റിൽ മെയിൻലി നമ്മൾ പറയുന്നത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. നമ്മൾ എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഫാറ്റ് കഴിച്ചാൽ ഫാറ്റി ലിവർ വരും എന്നുള്ളത്. ഫാറ്റിനെക്കാട്ടിയും കൂടുതൽ ലിവറിന് അപകടകാരി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ എസ്പെഷ്യലി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, മൈദ, പ്രോസസ്ഡ് ഫുഡ്, സ്വീറ്റൻഡ് സാധനങ്ങളായിട്ട്, അപ്പം ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ചേർത്ത സാധനങ്ങൾ, പിന്നെ ഈ പേസ്ട്രി, കോള, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് മുതൽ ജിമ്മിൽ പോയി ഭയങ്കരമായിട്ടും വർക്കൗട്ട് ചെയ്യുക അങ്ങനത്തെ എക്സസൈസ് അല്ല. ഒരു എക്സസൈസ് ഇൻ മോഡറേഷൻ. അതായത് നമ്മൾ യൂഷ്വലി പേഷ്യൻസിനോട് അഡ്വൈസ് ചെയ്യുന്നത് മിനിമം ഒരു 5 days a week എങ്കിലും ഹാഫ് ആൻ അവർ വെച്ച് ഒരു ബ്രിസ്ക് വാക്കിംഗ്, അതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അത് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ്. 30 minutes പെർ ഡേ ഒരു ബ്രിസ്ക് വാക്കിംഗ്. ഇത്രയാണ് നമ്മൾ ബേസിക്കലി അഡ്വൈസ്. പിന്നെ ഡയറ്റിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് മാക്സിമം കൂട്ടുക, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, ഫാറ്റിൻ്റെ എമൗണ്ടും കുറയ്ക്കാൻ നോക്കുക. പിന്നെ ആൽക്കഹോൾ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആൽക്കഹോൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് സിമ്പിൾ സ്റ്റെപ്സ് ഫാറ്റ് ലിവർ എന്ന് പറയുന്നത്. പിന്നെ ഈ എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലപ്പോഴും ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് നമ്മുടെ അടുത്തൊന്ന് പറയാറുണ്ട്. നമ്മുടെ ബിസി ലൈഫ് സ്റ്റൈൽ സമയം കിട്ടില്ല. അങ്ങനെയുള്ളവർക്കും സൊല്യൂഷനുണ്ട്. ഇപ്പോൾ എല്ലാ വാച്ചസിലും നമ്മുടെ ഫോണിലും ഒക്കെ സ്റ്റെപ്പ് കൗണ്ട് ഉള്ള ആപ്സ് ലഭ്യമാണ്. അങ്ങനെ ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഒരു ദിവസം 10,000 സ്റ്റെപ്സ് എടുക്കാൻ നോക്കുക. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം അത് നമ്മൾ എക്സസൈസ് ചെയ്ത് തന്നെ 10,000 സ്റ്റെപ്സ് ചെയ്യണമെന്നില്ല. ഇപ്പം നമുക്കൊരു പുതിയ കോൺസെപ്റ്റ് ഉണ്ട് ഫാറ്റ് ലിവർ മാനേജ്മെൻറ്റ്. അതിനെ നമ്മൾ NEAT എന്ന് പറയും, NEAT, നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ് എന്ന് പറയും. അതായത് എക്സസൈസ് അല്ലാത്ത കാര്യങ്ങളെ തന്നെ നമുക്ക് എക്സസൈസ് ആക്കി മാറ്റാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, വണ്ടി കുറച്ച് ദൂരെ പാർക്ക് ചെയ്ത് അവിടം വരെ നടക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്സ് എലിവേറ്റർ എടുക്കുന്നതിന് വരെ സ്റ്റെപ്സ് എടുക്കുക. അങ്ങനെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. വീട്ടിൽ തന്നെ പുറത്ത് പോയി നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം, ഗാർഡനിങ് ചെയ്യുകയാണെങ്കിൽ ഗാർഡനിങ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് കൂട്ടാവുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മൾ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരിടത്ത് ഇരുന്ന് സംസാരിക്കുന്നതിനെക്കാട്ടിയും ഒന്ന് നടന്ന് സംസാരിക്കുക. അതൊക്കെ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് കൂട്ടും. അങ്ങനെ ഒരു 10,000 സ്റ്റെപ്സ് പെർ ഡേ എടുക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം നമ്മുടെ ഫാറ്റ് ലിവർ കുറയ്ക്കാനുള്ള ഒരു ഇനിഷ്യൽ സ്റ്റെപ്പായിട്ട് അതിനെ തന്നെ കൂട്ടാവുന്നതാണ്. ഡോക്ടർ, നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ഫാറ്റി ലിവറിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡ്രിങ്കിങ് ഹാബിറ്റുമായിട്ടാണ്. അപ്പോൾ അതിലെനിക്കുള്ള ഒരു സംശയം, പലരും പറഞ്ഞിട്ടുണ്ട് ഡെയിലി ഒരു പെഗ് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നു, അത് ശരിക്കും നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യർ വരെയുണ്ട്. അത് ശരിക്കും ശരിയാണോ? ഡെയിലി ഒരു പെഗോ 2 പെഗോ എടുക്കുന്നു, അത് ശരിയാണോ? ലിവറിനെ സംബന്ധിച്ചോളം ഡെയിലി ഒരു പെഗ്, 2 പെഗ്, ഒരു പെഗ് എടുക്കുന്നത് നല്ലതല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു കോൺസെപ്റ്റ് ഇടയ്ക്കൊരു ഹാർട്ട് ഡിസീസസിന് ചിലപ്പോൾ ലിവർ ആൽക്കഹോൾ വളരെ മൈൽഡ് എമൗണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു കാർഡിയക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊക്കെ ഇടയ്ക്കൊരു സ്റ്റഡീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്റ്റഡീസ് ഒക്കെ തന്നെ ഡിസ്പ്രൂവൺ ആണ്. കാരണം അവർക്കുണ്ടാവുന്ന ലിവർ റിസ്ക്കും അവർക്കുണ്ടാവുന്ന ക്യാൻസറിൻ്റെ റിസ്ക്കും ബാക്കി അവയവങ്ങൾക്കുണ്ടാവുന്ന റിസ്ക്കും അതിനെ വളരെയധികം എന്തായാലും പറയുന്നത് കൂടുതലാണ് മറ്റേ കാർഡിയക് പ്രൊട്ടക്ഷൻ ഉള്ളതിനെക്കാട്ടി. അതും വളരെ മൈൽഡ് എമൗണ്ട്സിലാണ് ഈ കാർഡിയക് പ്രൊട്ടക്ഷൻ ഒക്കെ പറയുന്നത്. നമ്മുടെ ആൾക്കാർ എടുക്കുന്ന എമൗണ്ട്സിലൊന്നും അല്ല. ലിവറിനെ സംബന്ധിച്ചിടത്തോളം നോ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഇസ് സേഫ്, ദാറ്റ് ഇസ് ഡെഫിനിറ്റ്. കാരണം എത്ര കുറച്ച് ആൽക്കഹോൾ എടുത്താലും ആൽക്കഹോൾ ഇസ് മെറ്റബലൈസ് ബൈ ദ ലിവർ. ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു ടോക്സിനാണ്. നമ്മുടെ ടോക്സിൻസ് ഒക്കെ ശരീരത്തെ മെറ്റബലൈസ് ചെയ്യുന്ന ലിവറാണ്. അപ്പം നമ്മൾ കുറച്ച് ആൽക്കഹോൾ എടുത്താലും അത് ലിവർ തന്നെയാണ് മെറ്റബലൈസ് ചെയ്യുന്നത്. അത് ഈ ലിവറിന് റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ആ കുറച്ച് ടോക്സിൻ എടുത്താലും ലിവർ റീജനറേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് ലിവറിന് കേടുണ്ടാക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി ഇഫ് യു ആർ ഡയഗ്നോസ് വിത്ത് എ ലിവർ ഡിസീസ്, അതായത് ഒരു grade 2, grade 3 ഫാറ്റ് ലിവർ, അല്ലെങ്കിൽ യു ഹാവ് എ സിറോസിസ്, ദെൻ ഡെഫിനറ്റ് ആയിട്ട് ആൽക്കഹോൾ എടുക്കാൻ പാടില്ല. കാരണം എസ്പെഷ്യലി ഒരു സിറോസിസ് ആയിക്കഴിഞ്ഞാൽ, സിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ ലിവറിൻ്റെ റീജനറേറ്റീവ് കപ്പാസിറ്റി നഷ്ടപ്പെടുന്ന സ്റ്റേജിനെയാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സിറോസിസ് ഉള്ള ഒരാൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വരുന്ന ലിവർ ഡാമേജ് വിൽ ബി പെർമനൻറ്റ്. അപ്പോൾ ആ ലിവർ ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ 70% എത്തുക പറഞ്ഞാൽ അതിങ്ങനെ ഓരോ ആൽക്കഹോൾ എടുക്കുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സിറോസിസ് ഉള്ള ആൾക്കാരൊന്നും ഡെഫിനറ്റ് ആയിട്ട് ആൽക്കഹോൾ തൊടാനേ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അഡ്വൈസ്. ഡോക്ടർ, ഇത് തന്നെയായിരിക്കും ഡോക്ടർ ചിലപ്പോൾ ഡോക്ടർ മറുപടി. എന്നാലും എനിക്ക് മനുഷ്യർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഏതെങ്കിലും പാർട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഒരു ഒക്കേഷണൽ ഡ്രിങ്കറാണ്, അത് വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ നോർമലാണ് എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു സാമൂഹ്യമായി ചിന്തിക്കുമ്പോൾ അത് നോർമലായിരിക്കും. പക്ഷേ ഞാനൊരു ഹെപ്പറ്റോളജിസ്റ്റിനോട് ചോദിക്കുന്നു, നിങ്ങളൊരു ഒക്കേഷണൽ ഡ്രിങ്കറാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് എത്ര കേടാണ് നിങ്ങളുടെ ശരീരത്തിന്? അത് തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവരും നമ്മളോടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്. ഞാൻ എല്ലാ ദിവസവും മദ്യപിക്കുന്നില്ല, വളരെ ഒക്കേഷണലി വളരെ റയറായിട്ട് മാത്രമേ മദ്യപിക്കുന്നുള്ളൂ, അത് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഉത്തരം, നമ്മുടെ അടുത്ത് ലിവർ ഡിസീസായിട്ട് വരുന്നവരെ നമ്മൾ റെട്രോസ്പെക്റ്റീവായിട്ട് കാണുമല്ലോ. അപ്പോഴും പലപ്പോഴും ചിലപ്പോൾ ആൾക്കാരെടുക്കുന്ന ആൽക്കഹോളിൻ്റെ എമൗണ്ട് അവരുടെ ലിവർ ഡിസീസും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് മാത്രമല്ല ഒരു ഫാക്ടർ. അതായത് ഒരു ദിവസം
അല്ലെങ്കിൽ ഒരു ഫുൾ ബോട്ടിലൊക്കെ ഒരു ദിവസം കൊണ്ട് കുടിക്കുന്നവരും ചിലപ്പോൾ ലിവർ നോർമലായിട്ട് നമ്മൾ കാണാറുണ്ട്. ചിലവരാണെങ്കിൽ വളരെ റെയറായിട്ട് ഇതുപോലെ സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറയുന്നവർ പോലും സിറോസിസ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ നമ്മൾ ഇവരുടെ ആൽക്കഹോൾ ഹിസ്റ്ററി എല്ലാ വരുന്ന പേഷ്യൻസിനും നമ്മൾ ഈ ആൽക്കഹോളിൻ്റെ ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ കാണുന്ന പാറ്റേൺ വെച്ചിട്ട് പറയാം. അപ്പം ആ ഡിഫറൻസ് എന്തുകൊണ്ടാണെന്നും പലരും ചോദിക്കാറുണ്ട്. ചിലർ എൻ്റെ ഫ്രണ്ട് വളരെയധികം മദ്യപിക്കുന്നുണ്ട്, അവന് പ്രശ്നമില്ല, പക്ഷേ ഞാൻ വല്ലപ്പോഴും മദ്യപിച്ചിട്ട് തന്നെ എനിക്കൊരു ഗ്രേഡ് 3 ഫാറ്റ് ലിവർ ഉണ്ട്, എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത് ഈ ആൽക്കഹോൾ മെറ്റബോളിസം ഓരോരുത്തരുടെ ശരീരത്തിൽ ആൽക്കഹോൾ മെറ്റബോളൈസ് ചെയ്യുന്ന ഓരോ രീതിയിലാണ്. അതിനൊരു ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു എൻസൈം ഉണ്ട്, ആൽക്കഹോൾ ഡീഹൈഡ്രേസ് നമ്മൾ പറയും. അതാണ് ആൽക്കഹോളിനെ മെറ്റബോളൈസ് ചെയ്ത് നോൺ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളാക്കി മാറ്റുന്നു. അതും ആ മെറ്റബോളൈസേഷൻ നടന്നില്ലെങ്കിൽ ആൽക്കഹോൾ അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞൊരു ടോക്സിക് മെറ്റബോളൈറ്റ് ആവും നമ്മുടെ ശരീരത്തിൽ. അപ്പം ആ എൻസൈമിൻ്റെ പ്രവർത്തനം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ചിലവർക്ക് ആ എൻസൈം വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും, അവർ എത്ര മദ്യപിച്ചാലും അവർക്ക് കാര്യമായിട്ടുള്ള ലിവർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ചിലവർക്ക് ആ എൻസൈമിൻ്റെ ആ ഫങ്ഷൻ കുറച്ചുകൂടെ കുറവായിരിക്കും, അവർക്ക് വല്ലപ്പോഴും മദ്യപിച്ചാൽ തന്നെ പ്രശ്നമുണ്ടാകും. പിന്നത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ എന്തെങ്കിലും മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾ, അതായത് ഇപ്പോൾ ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, വേറെ മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരാൾ മദ്യപിക്കുമ്പോൾ അവർക്കുണ്ടാവുന്നതിനെക്കാട്ടിയും പ്രോബ്ലം ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരാൾ മദ്യപിക്കുമ്പോൾ ഉണ്ടാകും. കാരണം അവർക്ക് ഓൾറെഡി ഇതൊക്കെ കാരണമുള്ള ഒരു ഫാറ്റ് ലിവർ ഉണ്ടാകും. അതിൻ്റെ മേളിൽ കൂടെ മദ്യപാനം കൂടെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ റിസ്ക് ഫാക്ടേഴ്സ്, കുറച്ചുകൂടെ ലിവർ ഡാമേജ് ഉണ്ട്. പിന്നെ സ്ത്രീകളിൽ പൊതുവേ ആൽക്കഹോൾ കോസസ് മോർ ഡാമേജ് ദാൻ മെൻ. അതൊരു പ്രൂവൺ ആയിട്ട് ഒരേ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും എടുത്തു കഴിഞ്ഞാൽ സ്ത്രീയുടെ ലിവർ ആയിരിക്കും കുറച്ചുകൂടെ സസെപ്റ്റബിൾ ടു ആൽക്കഹോൾ ദാൻ ലിവർ. ഇതും അപ്പോൾ ഇങ്ങനെ പല അധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഒരേ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഒരേ 2 പേര് എടുത്തിട്ട് 2 പേർക്കും 2 രീതിയിൽ ലിവർ ഡിസീസ് വരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം. അപ്പം നമ്മൾ ശരീരത്തിന് ജെൻഡർ ഇൻഇക്വാലിറ്റി ഈ ഒരു കാര്യത്തിലുണ്ട്. അപ്പം എന്നുവെച്ചാൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ സേഫ് ലിമിറ്റ് ഓഫ് ആൽക്കഹോൾ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. നമ്മൾ സേഫ് എന്ന് പറയുന്നെങ്കിൽ അപ്പം അതിൽ പോലും ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയാം. അപ്പം സ്ത്രീക്ക് ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്കും മെയിലിന് 2 സ്റ്റാൻഡേർഡ് ഡ്രിങ്കുമാണ്. അപ്പം അത് തന്നെ അതിൽ ഫിക്സ്ഡ് ആണ്. പിന്നെ സിറോജനിക് ഡോസ് നമ്മൾ പറയാം, അതായത് സിറോസിസ് ഉണ്ടാക്കുന്ന ഡോസ്, അതും സ്ത്രീകൾക്ക് കുറച്ചുകൂടെ കുറവും മെയിൽസിന് കുറച്ചുകൂടെ കൂടുതൽ, അതായത് മെയിൽസിന് കുറച്ചുകൂടെ കൂടുതൽ ആൽക്കഹോൾ എടുക്കുമ്പോഴാണ് സിറോസിലോട്ട് പോകുന്നതെന്നൊക്കെ പറയാം. എന്നാൽ പോലും അതൊന്നും ഫിക്സ്ഡ് അല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഇൻ ജനറൽ പറഞ്ഞതാണ് ആൽക്കഹോളിൻ്റെ ഈ ആൽക്കഹോൾ ഡീഹൈഡ്രേഷൻ്റെ വ്യത്യാസങ്ങൾ, ജനറ്റിക് ഇൻഫ്ലുവൻസസ് ഉണ്ട്, മെറ്റബോളിക് റിസ്ക് ഫാക്ടേഴ്സ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതിൻ്റെ ഒബീസിറ്റി ഉള്ള ആൾ ആൽക്കഹോൾ എടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ ലിവർ ഡാമേജ് ഉണ്ടാകും. പിന്നെ ഈ ജെൻഡർ ഡിഫറൻസും ഉണ്ട് ഡെഫിനറ്റ് ആയിട്ട്. ഡോക്ടർ, ഒരു സിറോസിസുമായിട്ട് ഡോക്ടറെ അടുത്തേക്ക് വരുമ്പോൾ ഏത് ഘട്ടത്തിലാണ് അതിൻ്റെ ഒരു ചികിത്സയിൽ നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഒരു ലിവർ ട്രാൻസ്പ്ലാന്റിലേക്കൊക്കെ നമ്മൾ എത്തുന്നത് എപ്പോഴാണ്? ഒരു സിറോസിസ് രോഗി നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് 2 സ്റ്റേജ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് കോമ്പൻസേറ്റഡ് സിറോസിസ്, അതായത് അവർക്ക് സിറോസിസ് ആയെങ്കിൽ പോലും ലിവർ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് ലിവർ അത്യാവശ്യം ഫങ്ഷൻ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു ഫാറ്റി ലിവർ ജസ്റ്റ് മാറി സിറോസിലെത്തിയ ഒരു സ്റ്റേജ് എന്നുള്ള രീതി തന്നെയാണ്. അപ്പം ഫാറ്റി ലിവർ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു അങ്ങനെ തന്നെ നമുക്ക് മാനേജ് ചെയ്ത് പോകാം. നമ്മുടെ ബാക്കി റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. പിന്നെ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നമുക്ക് ലിവറിലോട്ടുള്ള പ്രഷർ കൂടുതലാണോ എന്നൊക്കെ നമ്മളൊരു എൻഡോസ്കോപ്പി ഒക്കെ ചെയ്ത് നോക്കാം. അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്ത് മാനേജ് ചെയ്യാം. പക്ഷേ ലിവറിന് ഒരു ഡീകോമ്പൻസേഷൻ വരിക എന്ന് പറയാം, അതായത് ലിവർ സിറോസിസ് റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്, രക്തം ഛർദ്ദിക്കുക, വയറിൽ ഫ്ലൂയിഡ് കെട്ടുക, ബോധാവസ്ഥയിൽ വ്യത്യാസം വരിക, ജോണ്ടിസ് ഒരുപാട് കൂടുക, അങ്ങനത്തെ ഒക്കെ കോംപ്ലിക്കേഷൻസിലോട്ട് പോയിട്ട് അതിനെ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ മെഡിക്കലി മാനേജ് ചെയ്തിട്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരിക, അങ്ങനെയൊക്കെ ഉള്ളവരിലാണ് നമ്മൾ യൂഷ്വലി ലിവർ ട്രാൻസ്പ്ലാന്റ് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവർക്കൊരു സ്കോറുണ്ട്, ഒരു മെൽഡ് സ്കോർ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഈ ബ്ലഡ് ടെസ്റ്റിൽ ചില ബിലിറൂബിൻ, ക്രിയാറ്റിൻ എന്നൊക്കെ INR എന്നൊക്കെ പറഞ്ഞ ചില വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്കോറുണ്ട്. അത് 15 മേളിലാണെങ്കിൽ പേഷ്യൻസിന് ട്രാൻസ്പ്ലാന്റിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. 15 താഴെയാണെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിന് ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ ആവശ്യമില്ല, അത് ഇപ്പോൾ അവർക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റ് മതി എന്നുള്ള രീതിയിലാണ്. അത് 15 മേളിലാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഇവാലുവേറ്റ് ചെയ്ത് തുടങ്ങണം, 20 മേളിലാണെങ്കിൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും ട്രാൻസ്പ്ലാന്റിലോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ റിപ്പീറ്റഡ് ലിവർ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസിലുള്ളവരിൽ നമ്മൾ ഇങ്ങനത്തെ ഈ മെൽ സ്കോറൊക്കെ അസസ് ചെയ്ത് നോക്കിയിട്ടും പിന്നെ അവരുടെ മെഡിക്കൽ മാനേജ്മെൻറ്റിനെക്കാട്ടിയും കൂടുതൽ അവരൊരു ട്രാൻസ്പ്ലാന്റ് വിൽ ബി ബെനിഫിഷ്യൽ ഫോർ ദം എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ അവരെ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ ട്രാൻസ്പ്ലാന്റ് അഡ്വൈസ് ചെയ്യുന്ന പേഷ്യൻസിന് നമ്മൾ 2 കാര്യങ്ങൾ നോക്കും, അതായത് റിസ്ക്സ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. അപ്പോൾ വെൻ വി ഫീൽ ദാറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ദ ട്രാൻസ്പ്ലാന്റ് വിൽ ഫാർ ഔട്ട്വേ ദ റിസ്ക്സ് ഓഫ് എ ട്രാൻസ്പ്ലാന്റ്, ദെൻ വി അഡ്വൈസ് ദം ട്രാൻസ്പ്ലാന്റ്. അപ്പം ട്രാൻസ്പ്ലാന്റ് പൊതുവേ ഒരു സർജറി, ഒരു മേജർ സർജറി ആണെങ്കിലും പ്രൊസീജിയർ ഒരു സേഫ് പ്രൊസീജിയറാണ്. ഒരു കറക്റ്റ് ഇൻഡിക്കേഷന് ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ പേഷ്യൻസിന് ഒരു പെർമനൻറ്റ് ക്യൂർ ആണ് സിറോസിസിന്. ബാക്കി നമ്മുടെ മെഡിക്കൽ മാനേജ്മെൻറ്റ് എല്ലാം സിറോസിസിന് ഒരു സപ്പോർട്ടീവ് മാനേജ്മെൻ്റ് ആണ്. അതായത് അവർ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി, അവരുടെ ലിവർ ഫംഗ്ഷൻ ഇപ്പോൾ ഉള്ള 20 to 30% എങ്കിലും റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു സപ്പോർട്ടീവ് മാനേജ്മെൻറ്റ് മെഡിക്കൽ മാനേജ്മെൻറ്റിനോട് പറ്റുള്ളൂ. ഇഫ് യു വാണ്ട് എ പെർമനൻറ്റ് ക്യൂർ ഫ്രം യുവർ സിറോസിസ്, ദ ഓൺലി ഓപ്ഷൻ ഇസ് എ ലിവർ ട്രാൻസ്പ്ലാന്റ്.
ഡോക്ടർ, നമ്മൾ മദ്യപാനം അതിൽ നിന്നാണ് നമ്മൾ ഈ സിറോസിസിലേക്ക് വന്നത്. പക്ഷേ അതിലൊരു തിരുത്തുള്ളത് ചില മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. മദ്യപാനമില്ല, പുകവലിയില്ല, നാട്ടിൽ തന്നെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു മനുഷ്യരായിരിക്കും. പക്ഷേ കരൾ രോഗം വരുന്നു, ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റിലേക്ക് പോയ മനുഷ്യരെ വരെ എനിക്കറിയാം. അത്തരം സാഹചര്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് മദ്യപിക്കാത്തവരിലുള്ള സിറോസിസ് അത് വേറെ പലയധികം കോസസ് ഉണ്ട് സിറോസിസിന്. ഏറ്റവും കോമൺ നമ്മൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റബോളിക് സിൻഡ്രോം, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം ഇങ്ങനെയൊക്കെ ഉള്ളവരിലാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതാണ് ആൽക്കഹോൾ അല്ലാത്തവരിലുള്ള ഏറ്റവും മോസ്റ്റ് കോമൺ കോസ് ഓഫ് സിറോസിസ്. സ്ത്രീകളിൽ പോലും മെറ്റബോളിക് സിൻഡ്രോം വരാം, സിറോസിസ് വരാം. പലപ്പോഴും എല്ലാവരും പറയാറുണ്ട് സിറോസിസ് ആണുങ്ങളിൽ വരുന്ന ഒരു അസുഖമാണെന്നൊരു കോൺസെപ്റ്റ്. പക്ഷേ സ്ത്രീകളിൽ പോലും ഒരുപാട് സിറോസിസ് കാണാറുണ്ട്. മെറ്റബോളിക് സിൻഡ്രോമാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ഫാക്ടർ. പിന്നെ വണ്ണമുള്ളവരിൽ മാത്രം വരാമെന്നും ഒരു ഫാറ്റി ലിവറും സിറോസിസ് ഞാൻ നേരത്തെ പറയാൻ വിട്ടു. വണ്ണമുള്ളവരിൽ മാത്രം ഫാറ്റ് ലിവർ അങ്ങനെയും ഇല്ല, മെലിഞ്ഞവരിലും ഫാറ്റ് ലിവർ വരാം. അതിന് നമ്മൾ ലീൻ NAFLD എന്ന് പറയും. അതായത് അങ്ങനെ ഉള്ളവർ കാഴ്ചയിൽ മെലിഞ്ഞവരാണെങ്കിലും അവരുടെ അബ്ഡോമിനൽ ഒബീസിറ്റി, അതായത് വയറിന് ചുറ്റുമുള്ള വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് അത് കൂടുതലാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഈ കരളിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ്. നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അതൊക്കെ ഉണ്ടാക്കുന്ന ഈ വിസറൽ ഒബീസിറ്റിയാണ്. അപ്പം കാഴ്ചയിൽ മെലിഞ്ഞവരാണെങ്കിലും അവരുടെ അബ്ഡോമിനൽ ഒബീസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും ഫാറ്റ് ലിവർ സിറോസിസ് ഒക്കെ വരാം. അപ്പോൾ നമ്മുടെ പറഞ്ഞ പോലെ സിറോസിസിൻ്റെ കോസിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഒരെണ്ണം ഈ മെറ്റബോളിക് സിൻഡ്രോമാണ്. പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C അങ്ങനത്തെ വൈറസുകൾ കൊണ്ട് സിറോസിസ് വരാം. ഇത് രണ്ടും അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലെ ചെറിയ വ്യത്യാസം കാരണം നമ്മുടെ ലിവറിനെതിരെ നമ്മുടെ ബോഡി തന്നെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം സിറോസിസ് വരാം. കൂടുതലും സ്ത്രീകളിലാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് വരുന്നത്. അത് നമ്മുടെ ഒരു രോഗപ്രതിരോധ ശേഷിയിലെ ഒരു ചെറിയ വ്യത്യാസം കാരണം വരുന്നതാണ്. അതായത് നമുക്ക് ആവശ്യത്തിനെക്കാട്ടിയും കൂടുതൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് നമ്മുടെ കരളിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നു. അതിനെയാണ് വളരെ സിമ്പിളായിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇതൊന്നുമല്ലാതെ ജനറ്റിക് കോസസ് ഉണ്ട് സിറോസിസിന്. പലതരം ജീൻസിലെ വ്യത്യാസങ്ങൾ കാരണം സിറോസിസ് വരാം. അത് പലതരം രോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് വിൽസൺസ് ഡിസീസ് എന്നൊരു അസുഖമുണ്ട്. അത് ഈ ലിവറിലോട്ട് ആവശ്യത്തിനെക്കാട്ടും കൂടുതൽ കോപ്പർ എന്ന് പറഞ്ഞൊരു മെറ്റൽ അടിഞ്ഞിട്ടുള്ള സിറോസിസും പിന്നെ ഹീമോക്രോമറ്റോസിസ് എന്ന് ലിവറിലോട്ട് അയൺ ഡെപ്പോസിഷൻ വന്നിട്ടുള്ളൊരു സിറോസിസ്. ഇതൊക്കെ ജനറ്റിക് കോസസ് ആണ്. ഇതല്ലാതെ വളരെ റെയർ ആയിട്ടുള്ള ജനറ്റിക് കോസ് ഉണ്ട്. അപ്പോൾ ആൽക്കഹോൾ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഒരാൾക്ക് സിറോസിസ് വരാൻ, വേറെ പല കാരണങ്ങൾ കൊണ്ടും വരാം. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടും ഈ പറഞ്ഞു കേട്ടൊക്കെ ഉള്ളതാണ് ഈ മുഖത്ത് ചിലയിടങ്ങളിൽ കറുപ്പ് വരുന്നു, വല്ലാത്തൊരു കറുത്ത നിറം മുഖത്തെ വ്യാപിക്കുന്നത് കരളിൻ്റെ പ്രശ്നമാവാന്ന് ഇങ്ങനെ പറയാറുണ്ട്. അത് സത്യം തന്നെയാണോ? തീർച്ചയായിട്ടും കരൾ രോഗങ്ങൾ, ഒരു സിറോസിസ് ഉള്ള ഒരാൾക്ക് വളരെയധികം സ്കിൻ ചേഞ്ചസ് വരാം. അപ്പം അതിലൊരെണ്ണമാണ് ഈ ഫേസിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. അത് എല്ലാ സിറോസിസിലും അങ്ങനെ കാണാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ കാണുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവർക്ക് ഈ അക്കാന്തോസിസ് നമ്മൾ പറയാം. അതായത് സ്കിൻ മൊത്തത്തിലൊരു ചെറിയൊരു ഡാർക്കനിങ് വരും, ഫേസിൽ വരാം. പിന്നെ ഈ കഴുത്തിൻ്റെ ബാക്കിൽ അതൊക്കെ നമ്മളൊരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു സൈനാണ്. അതേപോലെ തന്നെ ആൽക്കഹോളിക് സിറോസിസിൽ പോലും മുഖത്തൊരു കറുപ്പ്, പിന്നെ ഇവിടുത്തെ ഈ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞ 2 ഗ്ലാൻഡ് ഉണ്ട് ഈ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആ ഗ്ലാൻഡിൽ ചെറിയ വീക്കം വരാം. അതൊക്കെ ഈ ആൽക്കഹോളിക് സിറോസിന് നമ്മളിപ്പോൾ ഒരാളെ ദൂരെ നിന്ന് കാണുമ്പോൾ അവർക്ക് സിറോസ് ഉണ്ടാവാം നമുക്ക് തോന്നുന്ന കുറച്ച് ലക്ഷണങ്ങളാണ്. ഇവിടുത്തെ പരോട്ടിഡ് ഗ്ലാൻഡിൽ ചെറിയ വീക്കം. അതേപോലെ പിന്നെ ആണുങ്ങൾ വരുന്ന പല ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്, അതായത് ഈ മെയിൽസിലുള്ള ബ്രസ്റ്റ് എൻലാർജ്മെൻറ്റ്, അത് സിറോസിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ സ്കിന്നിലൊക്കെ ചെറിയ ചുമപ്പ് കളറിൽ നമ്മൾ ഈ എന്താണ് പറഞ്ഞത്, ഒരു സ്പൈഡർ പോലെ ഇരിക്കുന്ന രീതിയിൽ ചുമപ്പ് കളറിൽ ഇത് വരാം. കയ്യിൽ ചുമപ്പ് വരാം, നമ്മൾ പാമാർ എർത്തീമ എന്ന് പറയും. അതായത് പാംസ് ആവശ്യത്തിനെക്കാട്ടിയും കൂടുതൽ ചുമന്നിരിക്കുക. ഇതൊക്കെ സിറോസിസിൻ്റെ കുറേ സ്കിൻ ചേഞ്ചസ് ആണ്. അതിലൊരെണ്ണം തന്നെയാണ് ഈ മുഖം കറുത്ത് വരിക എന്നുള്ളതും. പിന്നെ ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹെയർ ഫോൾ മാത്രമല്ല, മെയിൽസിലാണെങ്കിൽ അവരുടെ ഈ കക്ഷത്തിലുള്ള ഹെയർ അതൊക്കെ ഫോൾ ചെയ്യാൻ തുടങ്ങുക. ഇതൊക്കെ സിറോസിസിൻ്റെ ചിലപ്പോൾ ഒരു ലക്ഷണമാകാം. ഓക്കെ ഡോക്ടർ, പറഞ്ഞു പോയപ്പോൾ നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറഞ്ഞു. ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് വരുന്നതിൽ എത്രത്തോളമാണ് ഈ ഹെപ്പറ്റൈറ്റിസിനെ നമ്മൾ എത്ര ഭയക്കേണ്ടതുണ്ട്? അതിപ്പോഴും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു രോഗം തന്നെയാണോ? ഇന്ത്യ പോലൊരു രാജ്യത്തിൽ ഹെപ്പറ്റൈറ്റിസ് ഇപ്പോഴും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു രോഗം തന്നെയാണ്. ഈവൻ വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിലും ദ തേർഡ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് സിറോസിസ് ഇസ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ആഫ്റ്റർ ആൽക്കഹോൾ ആൻഡ് ഈ മെറ്റബോളിക് സിൻഡ്രോം, തേർഡ് മോസ്റ്റ് കോമൺ കോസസ് ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് നമ്മൾ പറയുമ്പോൾ പല ടൈപ്പിലത്തെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് A മുതൽ E വരെയുണ്ട്, ABCDE. അതിൽ Aയും Eയും എന്ന് പറയുന്നത് വെള്ളവും ഭക്ഷണവും വഴി വരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഹെപ്പറ്റൈറ്റിസ് യൂഷ്വലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോമൺ സോഴ്സ് കാണും. അത് ഒരു ഫുഡ് ഓർ വാട്ടറിൻ്റെ ഒരു കോമൺ സോഴ്സ് ആണ്. കുറേ പേര് അതിൽ നിന്ന് അഫക്റ്റഡ് ആയിരിക്കും. യൂഷ്വലി ഒരു ഫീവർ, ഒരു ക്ഷീണം ഒക്കെ ആയിട്ട് തുടങ്ങും. വിതിൻ ഒരു 1 വീക്ക് അതൊരു ജോണ്ടിസ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യും.
ഒരു 50% കേസസും ഹോസ്പിറ്റലിൽ പോലും എത്തൂല. അവർ വീട്ടിൽ, അതായത് ഒരു ലൂസ് ടൂൾസോ ഫീവറായിട്ട് മാനേജ് ചെയ്ത് പോകും. ചിലവർക്ക് ലിവർ കുറച്ചുകൂടി ഇൻവോൾവ് ആവും. അവർ നമ്മുടെ ആശുപത്രിയിൽ എത്തും, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലൊക്കെ പ്രശ്നങ്ങൾ വരും, നമ്മൾ അഡ്മിറ്റ് ചെയ്യും. ലോങ് ലാസ്റ്റിംഗ് ലിവർ പ്രോബ്ലംസ് ഒന്നും അവർക്ക് ഉണ്ടാവുന്നില്ല. ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും 99% കേസസിലും ലോങ് ലാസ്റ്റിംഗ് ലിവർ പ്രോബ്ലംസ് ഉണ്ടാവില്ല. വളരെ റെയറായിട്ട് 1% കേസസിൽ അവരൊരു ലിവർ ഇഞ്ചറി അല്ലെങ്കിൽ ലിവർ ഫെയിലിയറിലോട്ട് പോകാറുള്ളൂ. അപ്പോൾ അവർക്കൊരു സപ്പോർട്ടീവ് മാനേജ്മെൻറ്റ് മാത്രം മതി. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും അതുപോലെയല്ല. ബിയും സിയും പകരുന്നത് രക്തം വഴിയോ അല്ലെങ്കിൽ ശാരീരിക ബന്ധം വഴിയോ അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ, പിന്നെ ഈ ഞാൻ എസ്പെഷ്യലി പറഞ്ഞ IV ഡ്രഗ് അബ്യൂസ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് സി കേസസ് നമുക്ക് കിട്ടുന്നത് IV ഡ്രഗ് അബ്യൂസേഴ്സിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നീഡിൽ ഷെയറിങ് അങ്ങനെയൊക്കെ ഉള്ളവരിലാണ് യൂഷ്വലി ഹെപ്പറ്റൈറ്റിസ് ബി സി വരുന്നത്. നമുക്ക് ഇപ്പോൾ പോലും നമുക്ക് ഒരുപാട് സ്കൂൾ ചിൽഡ്രൻ, ഒത്തിരി ആൾക്കാർ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് സി ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മൾ അവരോടൊക്കെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ പോയി നിങ്ങളുടെ കൂടെ ആ ഡ്രഗ് ഷെയർ ചെയ്ത ആൾക്കാരെ ഞങ്ങളിലോട്ട് തിരിച്ച് കൊണ്ടുവരും, എന്നാൽ മാത്രമേ നമുക്ക് കേസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ വാട്ട് ദേ വിൽ ഡു ഇസ് ദേ വിൽ സ്പ്രെഡ് ഇറ്റ് ടു മോർ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. അങ്ങനെ മാത്രമേ നമുക്ക് കേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി സി കേസസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടാൻ പാടാണ്. നമ്മൾ ഒരു കേസ് കിട്ടിയാൽ നമ്മൾ അവരോട് എങ്ങനെ അവർക്ക് വന്നു എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്ത് കൂടുതൽ സോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി സി ഇപ്പോഴും വളരെ പ്രിവലൻ്റ് ആണ്. അത് ഇങ്ങനത്തെ ഉള്ളതിൽ മാത്രമല്ല, ഇപ്പം ഞാനൊരു ഗ്യാസ്ട്രോളജിസ്റ്റ് ആണ്. നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ എൻഡോസ്കോപ്പിക്ക് മുമ്പ് എല്ലാവർക്കും ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ടെസ്റ്റ് ചെയ്യും. അതുപോലെ ഒരു സർജറിക്ക് മുമ്പ് എല്ലാവർക്കും ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ഡൊണേഷന് മുമ്പ് എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യും. ഇങ്ങനെ റുട്ടീൻ സ്ക്രീനിങ്ങിൽ ഒരുപാട് പേര് പോസിറ്റീവായി ഞങ്ങളുടെ അടുത്തോട്ട് റെഫർ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ റുട്ടീനായിട്ട് ഒരു സിംറ്റം ഇല്ലാതെ നടക്കുന്ന പലവർക്കും ഹെപ്പറ്റൈറ്റിസ് ബിയോ ഹെപ്പറ്റൈറ്റിസ് സിയോ ആണ്. ഇതുപോലെ ഒരു ബ്ലഡ് ഡൊണേഷന് പോകുമ്പോഴായിരിക്കും ആദ്യമായിട്ട് അറിയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടെന്ന്. അപ്പോൾ ഇറ്റ് സ്റ്റിൽ എ വെരി കോമൺ കോസ് ഓഫ് ലിവർ ഡിസീസ്. അപ്പം ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ഉള്ളവർ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. കാരണം അവരെ നമ്മൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് സിറോസിസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സിറോസിസ് ഉണ്ടാകുക എന്ന് മാത്രമല്ല, അവർക്ക് ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ട്രീറ്റഡ് പ്രോപ്പർലി, ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി സിറോസിസ് ക്യാൻ പ്രോഗ്രസ് ടു ലിവർ ക്യാൻസർ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഉള്ളവർക്ക് കുഴപ്പമില്ല. ആദ്യത്തെ ഡിസീസ് ഉള്ള സമയത്ത് ഒരു മാസത്തെ പ്രശ്നമേ അവർക്ക് കാണുള്ളൂ. പക്ഷേ മറ്റവർക്ക് ലോങ് ലാസ്റ്റിംഗ് ലിവർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ, നമ്മൾ ഈ ലിവർ ക്യാൻസറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ലിവർ ക്യാൻസറിന് ശരീരം കാണിക്കുന്ന ആദ്യ ലക്ഷണങ്ങൾ, നിങ്ങൾ അവഗണിക്കരുതെന്ന് നമുക്ക് പറയാവുന്ന ലക്ഷണങ്ങൾ? ലിവർ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ശരീരം വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ മെലിയാൻ തുടങ്ങുക. അത് ലിവർ ക്യാൻസർ എന്നല്ല, ഏത് ക്യാൻസറിൻ്റെ ലക്ഷണം അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ്. അതായത് നമ്മൾ വെയിറ്റ് കുറയാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല, അതായത് എക്സസൈസും ഡയറ്റും ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ വെയിറ്റ് വളരെയധികം ഒരു 6 months കൊണ്ട് വളരെയധികം വെയിറ്റ് കുറയുന്നു. അത് ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ലക്ഷണമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ലിവറിന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ പെയിൻ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ലിവർ ക്യാൻസർ വരുമ്പോൾ ചിലപ്പം ലിവറിനകത്തുനിന്ന് ഒരു സാധനം ലിവറിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ, ലിവർ ക്യാപ്സ്യൂളിനോ ലിവറിന് ഒരു കവറിംഗ് ഉണ്ട്, അതിങ്ങനെ സ്ട്രെച്ച് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെയിൻ വരാം. അപ്പോൾ ലിവർ ക്യാൻസർ ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ പെയിനായിട്ട് വരാറുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ലിവർ ഡിസീസിൻ്റെ അസുഖങ്ങളൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ലിവർ ഡിസീസിൻ്റെ സിംറ്റംസ് വരിക, അതും ലിവർ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ്. അതായത് ഒരു സിറോസിസ് ആയിട്ടുള്ള ഒരാൾ സ്റ്റേബിളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് വേറെ മദ്യപിക്കുകയോ അല്ലെങ്കിൽ ബാക്കി എല്ലാം കൺട്രോളായിട്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് മോശമാകുക, അങ്ങനെ ഉള്ളപ്പോഴും അത് നമ്മൾ ലിവർ ക്യാൻസർ കാരണമാണ്. പെട്ടെന്ന് ഒരാൾ മദ്യപിക്കാതെ ഒന്നും ഇരിക്കുന്ന ഒരാൾ റിപ്പീറ്റഡായിട്ട് രക്തം ഛർദ്ദിക്കുക, അല്ലെങ്കിൽ വയറിൽ പെട്ടെന്ന് അങ്ങ് ഫ്ലൂയിഡ് വരിക, അങ്ങനെ ഏതെങ്കിലും ഒരു ലിവർ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസിലോട്ട് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് പെട്ടെന്ന് പോകുന്നെങ്കിലും അത് ലിവർ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ്. ഇതൊക്കെ നമുക്ക് ലിവർ ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് പറയാറുള്ളൂ. ഇനി ലിവർ ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ എല്ലാ സിറോസിസ് ഉള്ള രോഗികളെയും എല്ലാ 6 months കൂടുമ്പോൾ അൾട്രാസൗണ്ട് അബ്ഡമൻ എടുത്ത് നോക്കും ലിവർ ക്യാൻസർ വരെ. കാരണം സിറോസിസ് എപ്പോഴും ലിവർ ക്യാൻസറിന് റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ എല്ലാ 6 monthsഉം ലിവർ സിറോസിസ് ഉള്ള ആൾക്കാർക്ക് അൾട്രാസൗണ്ട് എടുത്ത് നോക്കണം ലിവർ ക്യാൻസർ ഉണ്ടോ. പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റും ഉണ്ട് ലിവർ ക്യാൻസറിന് വേണ്ടി ചെയ്യുന്ന, AFP എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ 2 ടെസ്റ്റുകൾ എവറി 6 months ദേ ഹാവ് ടു ഡു. അപ്പോൾ ലിവർ ക്യാൻസർ ഒരു സർവൈലൻസ് നമ്മൾ പറയും, അതിലെപ്പോഴും എല്ലാ സിറോസിസ് പേഷ്യൻസ് വിൽ ബി ഓൺ ലിവർ ക്യാൻസർ സർവൈലൻസ്. എസ്പെഷ്യലി ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി പേഷ്യൻസ് വിൽ ബി ഓൺ മോർ, നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കും. അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കുറച്ചുകൂടി ലിവർ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ ഡോക്ടർ, ഇതുപോലെയാണ് നമ്മൾ ഈ ഇടയ്ക്കൊക്കെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുക എന്ന് പറയുന്നതും ഇത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. എൻഡോസ്കോപ്പി ഇപ്പം ലിവർ ഡിസീസിനെ സംബന്ധിച്ചിടത്തോളം എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിറോസിസ് ഉള്ളവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ട് പോകുന്നത് കരളിലോട്ടുള്ള ഒരു പ്രഷർ കൂടുമ്പോഴാണ്. അതിന് നമ്മൾ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ BP, അതേപോലെ കരളിലോട്ടുള്ള പ്രഷറിനെ നമ്മൾ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അപ്പോൾ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ കൂടുമ്പോഴാണ് ലിവർ സിറോസിസിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. രക്തം ഛർദ്ദിക്കുകയാണെങ്കിലും വയറിൽ ഫ്ലൂയിഡ് കിട്ടുന്ന എല്ലാം. അപ്പം നമുക്ക് BP ഉള്ള ഒരാൾക്ക് നമ്മൾ BP എങ്ങനെയാണ് അളക്കുന്നത്, BP അപ്പാരറ്റസ് വെച്ച് BP നോക്കാം. അതേപോലെ തന്നെ ലിവർ ഡിസീസ് ഉള്ള ഒരാളുടെ ലിവറിലേക്കുള്ള
പ്രഷർ എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് അസസ്മെൻ്റാണ് ഈ എൻഡോസ്കോപ്പി ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോസ്കോപ്പി ചെയ്ത് അന്നനാളത്തിലെ രക്തക്കുഴൽ എത്രത്തോളം വികസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വയറിലെ ചില ചേഞ്ചസ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഇന്ന ആൾക്ക് ലിവറിലേക്കുള്ള പ്രഷർ ഏകദേശം ഇത്രയായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അത് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ലിവറിലെ ആ രക്തക്കുഴലിനകത്തോട്ട് ഒരു നീഡിലിട്ട് നമ്മൾ HVPG എന്ന് പറഞ്ഞ ഇത് വെച്ച് പരിശോധിക്കണം. പക്ഷേ അത് കുറച്ചുകൂടെ ഒരു ഇൻവേസീവ്, കുറച്ചുകൂടെ വലിയൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അതെല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് എൻഡോസ്കോപ്പി. അപ്പം ലിവർ ഡിസീസ് ഉള്ളവരിൽ എല്ലാവർക്കും നമ്മൾ ഈ സിറോസിസ് ഡയഗ്നോസ് ചെയ്ത എല്ലാവർക്കും നമുക്ക് ഈ പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ എൻഡോസ്കോപ്പി പറയും. എൻഡോസ്കോപ്പി നോക്കി ഈ അന്നനാളത്തിനകത്തൊക്കെ രക്തക്കുഴൽ കുറച്ച് വികസിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ടാബ്ലറ്റ്സ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ BP ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ലിവറിലോട്ടുള്ള പ്രഷർ കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ചിലപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ചിലവർക്ക് ഈ അന്നനാളത്തിനകത്തൊക്കെ രക്തക്കുഴൽ വളരെയധികം വികസിച്ച്, അതായത് ഒരു ബലൂൺ പൊട്ടാറായി ഇരിക്കുന്ന പോലെ വികസിച്ചിരിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് പൊട്ടി രക്തം ഛർദ്ദിക്കാതിരിക്കാൻ നമ്മൾ ചെറിയ ബാൻഡ് എന്നൊക്കെ നമ്മൾ ഈ റബ്ബർ ബാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ബാൻഡുകളുണ്ട്. നമ്മൾ എൻഡോസ്കോപ്പിൽ ഘടിപ്പിച്ചിട്ട് ആ രക്തക്കുഴൽ പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മളതിനെ ബാൻഡ് കെട്ടിവെക്കുന്ന പോലെ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് പലധികം ചെയ്യാറുണ്ട്. അങ്ങനെ വേറെ കുറേ എൻഡോസ്കോപ്പി പ്രൊസീജിയേഴ്സ് ഉണ്ട് സിറോസിസ് ഉള്ള പേഷ്യൻസിന് ചെയ്യുന്നത്. ഏറ്റവും കോമൺലി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ബാൻഡിങ് എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾ രക്തം ഛർദ്ദിച്ച് വന്നാലും നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് അത് ഇതിൽ നിന്നുള്ള ഈ സിറോസിസ് കാരണമുള്ള രക്തസ്രാവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബാൻഡ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ പലധികം എൻഡോസ്കോപ്പിക് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യാറുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ ഈ 6 മാസം കൂടുമ്പോൾ അൾട്രാസൗണ്ട് AFP എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കോംപ്ലിക്കേറ്റഡ് സിറോസിസ് ആയിട്ടുള്ള രോഗികളിൽ നമ്മൾ ഒരു വർഷം കൂടുമ്പോൾ എൻഡോസ്കോപ്പിയും അഡ്വൈസ് ചെയ്യാറുണ്ട്, ഇയർലി എൻഡോസ്കോപ്പി. ഡോക്ടർ, നമ്മൾ ഈ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിക്കാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഈ ക്യാൻസർ ചികിത്സയുടെ കാര്യത്തിൽ നമ്മൾ ശരിക്കും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഈ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? നമുക്ക് ചികിത്സ അവൈലബിൾ ആണോ? അതിൻ്റെ ഒരു സ്റ്റേജ് എന്താ? ലിവർ റിലേറ്റഡ് ക്യാൻസേഴ്സിൻ്റെ ചികിത്സ ഇപ്പോൾ വളരെയധികം അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറോസിസ് ഉള്ള പേഷ്യൻസിന് എപ്പോഴും നമ്മൾ 6 months കൂടുമ്പം ഒരു ചെറിയ നോഡ്യൂളെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് എപ്പോഴും സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ലിവർ ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ക്യാൻസറിൻ്റെ ബേസ് ചെയ്തിട്ടിനെക്കാട്ടിയും കൂടുതൽ അതിൻ്റെ സറൗണ്ടിങ് ലിവർ എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ള രീതിയിലാണ്. അതായത് നമ്മൾ ലിവർ ക്യാൻസറിന് ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ ആ സറൗണ്ടിങ് ലിവർ അതിനെ എങ്ങനെ താങ്ങും എന്ന് നോക്കിയിട്ടാണ് ലിവർ ക്യാൻസറിൻ്റെ ചികിത്സ. അപ്പം വളരെ ഏർലി ലിവർ ക്യാൻസർ ഒരു നോഡ്യൂളാണെങ്കിൽ നമുക്കതിനെ കരിച്ച് കളയുന്ന പോലത്തെ വളരെ മൈൽഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ് അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. പക്ഷേ വളരെ മൈൽഡ് ആയിട്ടുള്ള അബിലേറ്റീവ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. കുറച്ചുകൂടെ വലിയ ലിവർ ക്യാൻസേഴ്സ് ആണ്, പക്ഷേ സറൗണ്ടിങ് ലിവർ വലിയ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരളിലോട്ടുള്ള പ്രഷർ അധികം കൂടുതലല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് സർജറി പോസിബിളാണ്. ആ ക്യാൻസർ മുഴ നമുക്ക് അങ്ങ് എടുത്ത് മാറ്റാം. ഇനി കുറേ അധികം മുഴകളുണ്ട്, ഒരു മുഴയല്ല കുറേ അധികം മുഴകളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. അതായത് ചെറിയ കീമോതെറാപ്യൂട്ടിക് മരുന്നുകളാണ്, പക്ഷേ എന്നാലും അത് ലഭ്യമാണ്. അതും ഇപ്പോൾ പണ്ടൊക്കെ വളരെയധികം സൈഡ് എഫക്ട്സ് ഉള്ള കീമോതെറാപ്പി മെഡിസിൻസ് ആയിരുന്നു ലിവറിനുള്ള. ഇപ്പോൾ ഈ ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത വളരെയധികം മെഡിസിൻസ് ഈ ലിവർ ക്യാൻസറിന് വേണ്ടി ലഭ്യമാണ്. അത് ഇഞ്ചെക്ഷൻസ് ആയിട്ടാണ് എടുക്കുന്നത്, പക്ഷേ എന്നാലും അതിന് സാധാരണ നമ്മൾ കീമോയിൽ പ്രതീക്ഷിക്കുന്ന പോലത്തെ മുടി കൊഴിച്ചിലോ അങ്ങനത്തെ ബാക്കി സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ അതിന് ഉണ്ടാവുന്നില്ല. പിന്നെ വളരെ സെലക്റ്റഡ് ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങും കീമോയുടെ എഫക്റ്റ് വരാതെ ലിവറിൻ്റെ ട്യൂമറിലേക്ക് മാത്രം കീമോതെറാപ്പിക് ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അതിന് നമ്മൾ ടേസ് എന്ന് പറയാം, അതായത് ട്രാൻസ് ആർട്ടീരിയൽ കീമോ എംബോളൈസേഷൻ എന്ന് പറയാം. അതായത് ഈ ട്യൂമറിന് രക്തം കൊടുക്കുന്ന ആർട്ടറിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനകത്തോട്ട് മാത്രം ഒരു നീഡിൽ കടത്തി ആ ട്യൂമറിലേക്ക് മാത്രം കീമോതെറാപ്പി ഇഞ്ചെക്ട് ചെയ്യാം. അപ്പോൾ ആ ട്യൂമറിന് മാത്രമേ ആ കീമോ ലഭിക്കത്തുള്ളൂ, ബാക്കി നമ്മുടെ ശരീരത്തിലെങ്ങും ആ കീമോ മെഡിസിൻ വരത്തില്ല. അപ്പോൾ അത് മാത്രമായിട്ട് കരിഞ്ഞു പോകും. അങ്ങനെ പല അധികം ട്രീറ്റ്മെൻറ്റ്സ് ലിവർ ക്യാൻസറിന് ലഭ്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു സിറോസിസ് കുറച്ച് അഡ്വാൻസ് ചെയ്തതിന് ശേഷമാണ് ഈ ലിവർ ട്യൂമർ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് വെച്ചു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറോസിന് 3 സ്റ്റേജസ് ഉണ്ട്. ചൈൽഡ് A, B, C എന്ന് പറഞ്ഞ് 3 സ്റ്റേജാണ്. ചൈൽഡ് C ആണ് ഏറ്റവും കൂടിയ സ്റ്റേജ് ഓഫ് സിറോസിസ്. അപ്പോൾ ഇപ്പോൾ ഒരു ചൈൽഡ് C ഉള്ള ഒരാൾക്ക് ഒരു ലിവർ ക്യാൻസർ വരികയാണെങ്കിൽ നമ്മൾ പിന്നെ ആ മുഴയ്ക്ക് വേണ്ടി നമ്മൾ അഗ്രസീവായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആ മുഴയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താലും നിങ്ങളുടെ ആ സറൗണ്ടിങ് ലിവർ അതിനെ താങ്ങില്ല. അതായത് നമ്മൾ മുഴയ്ക്ക് വേണ്ടി ചികിത്സിക്കാൻ പോയാൽ ഇപ്പോൾ ഉള്ള അവസ്ഥയെക്കാട്ടിയും കുറച്ചുകൂടെ മോശമാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയേ നിവൃത്തിയുള്ളൂ. അതായത് അതൊരു പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ബെസ്റ്റ് സപ്പോർട്ടീവ് ലിവർ കെയർ എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പം ഒരു വളരെയധികം മോശം ലിവർ ഫംഗ്ഷൻ ഉള്ള ഒരാൾക്ക് വരുന്ന ലിവർ ക്യാൻസർ ആണെങ്കിൽ വാട്ട് വി ക്യാൻ ഓഫർ ഇസ് ഓൺലി ബെസ്റ്റ് സപ്പോർട്ടീവ് ലിവർ കെയർ. പക്ഷേ ഇഫ് യു ക്യാൻ ഡിറ്റക്ട് ദ ലിവർ ക്യാൻസർ ഏർലി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ലഭ്യമാണ്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് ഒന്നും ലിവറിനെ കൊണ്ടെത്തിക്കാതിരിക്കാൻ നമുക്ക് കുറച്ച് ജനറൽ ലിവർ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഒരു എക്സസൈസിൻ്റെ കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ ജീവിത രീതിയും ലിവർ ഹെൽത്തും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ലിവർ ഡിസീസിൻ്റെ ഏർലി സ്റ്റേജ് ഓഫ് ലിവർ ഡിസീസ് ഇസ്
ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാത്രം വരുന്നതാണ്. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം ഇപ്പോൾ വരുന്നത്. അപ്പോൾ ലിവറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വലിയ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് സെഡൻഡറി ലൈഫ് സ്റ്റൈലും ഈറ്റിംഗ് ഹാബിറ്റ്സും തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതൽ സെഡൻഡറി ആകുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഭാഗം ലിവറിലോട്ടും ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പം ലിവർ ഡിസീസ് ഉള്ളവരോട് എല്ലാവരോടും നമ്മൾ എക്സസൈസ് ഡെഫിനറ്റ് ആയിട്ട് പറയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് എക്സസൈസ് ഫോർ 30 minutes a day ഫോർ 5 days a week. വേറെ കൂടുതൽ എക്സസൈസ് ഒന്നും വേണ്ട, ബ്രിസ്ക് വാക്കിംഗ് മാത്രം മതി. പലപ്പോഴും ഞാൻ നേരത്തെ പറയാൻ വിട്ടു, നമ്മൾ ലിവർ ഡിസീസ് ഉള്ളവരോട് എക്സസൈസ് ചെയ്യാൻ പറയുമ്പോൾ അവർ ആദ്യമേ കയറി ജിമ്മിൽ പോയി 2 ദിവസം വെയിറ്റ് ഒക്കെ പുഷ് ചെയ്ത്, പക്ഷേ അതും വളരെ കേടാണ്. നമ്മൾ ഒറ്റയടിക്ക് പോയി ഒരുപാട് നമുക്ക് എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അങ്ങനെ നമുക്ക് പേഷ്യൻസ് വരാറുണ്ട്. നമ്മൾ ഒരുപാട് അൺഅക്കസ്റ്റംഡ് ആയിട്ടുള്ള എക്സസൈസ് ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ബ്രേക്ക് ഡൗൺ ആവും. മസിൽസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ മസിൽ എൻസൈംസ് ബോഡിയിൽ വരികയും അതും ലിവറിന് കേടാണ്. അപ്പം ലിവർ ഡിസീസ് ഉള്ള ഒരാളോട് നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ നോർമൽ ആയിട്ടുള്ള ഒരാൾ ഞാൻ എക്സസൈസ് ചെയ്യാൻ പറയുന്നു, പുള്ളി ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്ത് തിരിച്ച് അടുത്ത ദിവസം വരുമ്പോൾ ലിവർ എൻസൈംസ് ഒക്കെ 300-400 ആയിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ പുള്ളി ചോദിക്കും ഞാൻ എക്സസൈസ് ചെയ്തിട്ട് ലിവർ എൻസൈംസ് കൂടിയല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ അതിൻ്റെ കാരണം വെച്ചാൽ ഈ മസിൽ ബ്രേക്ക് ഡൗൺ വരുന്നതുകൊണ്ടാണ്. മസിൽ ബ്രേക്ക് ഡൗൺ വരുമ്പോൾ എപ്പോഴും ലിവറിന് അത് കേടാണ്. അപ്പോൾ നമ്മൾ അവരോട് പറയും നിങ്ങൾ ഒന്നും ചെയ്യരുത്, മസിൽസിന് റെസ്റ്റ് കൊടുക്കൂ, 2 ആഴ്ച റെസ്റ്റ് എടുക്കൂ, ഒന്നും ചെയ്യാതെ തന്നെ ഈ ലിവർ എൻസൈംസ് തിരിച്ച് നോർമൽ ആയിക്കോളും. നിങ്ങൾ ലിവറിൻ്റെ പ്രശ്നം കൊണ്ടല്ല, മസിലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് വന്നത്. അപ്പം അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഗ്രാജുവലി സ്റ്റെപ്പ് അപ്പ് ചെയ്ത് എക്സസൈസ് ചെയ്യാവുള്ളൂ. അതായത് ഒരു ബ്രിസ്ക് വാക്കിംഗ് ആണ് എപ്പോഴും നമ്മൾ ഏറ്റവും നല്ലത്. എന്നിട്ട് നിങ്ങൾക്ക് പറ്റും തോന്നുവാണെങ്കിൽ ആദ്യം പോയി ട്രെഡ്മിൽ ചെയ്യുക, കാർഡിയോ വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് വെയിറ്റ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെറിയ വെയിറ്റ്സ് എടുക്കുക. നമുക്ക് പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. അല്ലാതെ ജിമ്മിൽ പോയി ഇങ്ങനെ ഷോർട്ട് ബേസ്റ്റ് ഓഫ് എക്സസൈസ് ചെയ്തിട്ട് അത് വലിയ കാര്യമില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഡയറ്റിൻ്റെ കാര്യത്തിലും. നമ്മളൊരു റെഗുലർ ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം കട്ട് ചെയ്യുക. മെയിനായിട്ട് നമ്മൾ അവരോട് കട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഈ മൈദ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആർട്ടിഫിഷ്യലി സ്വീറ്റൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഈ ആർട്ടിഫിഷ്യലി സ്വീറ്റൻഡ് ആയിട്ടുള്ള ഇപ്പോൾ ഈ കോള പോലത്തെ ബിവറേജസ് ആണെങ്കിലും ഐസ്ക്രീമിലൊക്കെ ആണെങ്കിലും അതിൽ സ്വീറ്റനിങ്ങിന് വേണ്ടി ചേർക്കുന്ന സാധനം എന്ന് പറയുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ അതിൻ്റെ കണ്ടന്റ് നോക്കിയാൽ മനസ്സിലാവും. ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അത് യൂഷ്വലി വളരെ ചീപ്പായിട്ടുള്ള സാധനമാണ്, വളരെയധികം സ്വീറ്റ് വേണം. അതുകൊണ്ട് ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ ലാഭമാണ് അത് ചേർക്കുന്നതെന്നുള്ളത്. പക്ഷേ അത് ഭയങ്കര അധികം ലിവറിലോട്ട് ഫാറ്റ് കൂട്ടുന്ന സാധനമാണ്. നമ്മുടെ സാധാരണ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഷുഗറിനെക്കാട്ടിയും വളരെയധികം ഡേഞ്ചറസ് ആണ് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഷുഗർ ലിവറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഇസ് കോൺസെൻട്രേറ്റഡ് ഫ്രക്ടോസ്. അപ്പം അത് നമ്മൾ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യാൻ പറയും. ഈവൻ ഫ്രൂട്ട്സിൽ പോലുള്ള ഷുഗർ ഫ്രക്ടോസ് ആണ്. അപ്പോൾ നമ്മൾ ഫാറ്റ് ലിവറുള്ള പലരും നമ്മളോട് ഞാൻ ഫ്രൂട്ട് ജ്യൂസസ് ഒരുപാട് കുടിക്കുന്നു എന്ന് പറയും. അതും നമ്മൾ പറയും കുടിക്കരുത് ഒരുപാട്. കാരണം കഴിക്കണമെങ്കിൽ നിങ്ങൾ ഫ്രൂട്ടായിട്ട് കഴിക്കുക, ജ്യൂസായിട്ട് ഫ്രൂട്ട് ജ്യൂസിൽ പഞ്ചസാര ഇട്ട് കഴിക്കരുത്. അതും ദാറ്റ് വിൽ ഓൾസോ ഗിവ് എ ലോട്ട് ഓഫ് ഫ്രക്ടോസ്. അപ്പോൾ അത് എടുക്കരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് ഡയറ്റും എക്സസൈസും തന്നെയാണ് നമ്മൾ മെയിനായിട്ട് പേഷ്യൻസിനോടൊക്കെ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഈവൻ ഡയറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഒരു റെഗുലർ ഡയറ്റ് മെയിൻ ചെയ്യുക. ചിലവർ നമ്മൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ പോയി കുറേ ദിവസത്തേക്ക് ഒന്നും കഴിക്കാതെ ഒരു ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലോട്ട് നമ്മുടെ ബോഡിയെ കൊണ്ടുപോകും. നമ്മൾ ഫാസ്റ്റിംഗ് ആണെങ്കിലും നമ്മുടെ ബോഡിയിലോട്ട് ലിവർ ഫാറ്റ് കൂടും. അതായത് നമ്മൾ ഫാസ്റ്റിംഗ് ആണെങ്കിൽ നമ്മുടെ ബോഡി കൂടുതൽ എനർജി നമ്മുടെ ബോഡിയിലോട്ട് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. എനർജി സ്റ്റോർ ചെയ്യുന്നത് എപ്പോഴും ലിവറിലാണ്. അപ്പം അതും ലിവറിന് കേടാണ്. അതായത് നമ്മളിപ്പം ഈ ആഫ്രിക്കയിലൊക്കെയുള്ള വർഷങ്ങളായി കുറേ നാൾ ഫാസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇല്ലേ, ഈ മരാസ്മസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുള്ളി സ്റ്റാർവ്ഡ് ആയിട്ടുള്ള അവരുടെ ലിവർ നോക്കിയാലും അവർക്ക് ഫാറ്റി ലിവർ കാണും. അത് നമ്മുടെ ബോഡി സ്റ്റാർവിങ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഒരുപാട് ഫുഡ് കഴിച്ചാലും ഒരു ഫുഡ് കഴിച്ചില്ലെങ്കിലും ലിവറിന് കേടാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഒരു റെഗുലർ ഡയറ്റ് ഫോളോ ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇസ് ഓക്കെ. നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കുഴപ്പമില്ല, ഒരു ഫീഡ് ടൈം ഫോർ 8 hours 16 hours ഫാസ്റ്റ്, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഒരു 12 hours ഫാസ്റ്റ്, ദാറ്റ് ഇസ് ഓൾ ഓക്കെ. പക്ഷെ ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് അങ്ങനെയൊക്കെ ഇരുന്നാലും ലിവറിന് കേടാണ്. അപ്പം എല്ലാം ഇൻ മോഡറേഷൻ, ഡയറ്റ്, എക്സസൈസ് ആൻഡ് ഫോളോ എ റെഗുലർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൺസിസ്റ്റൻ്റ്ലി. അതാണ് നമ്മളെപ്പോഴും പറയുന്നത്. ഡോക്ടർ, ഇതിൻ്റെ കൂടെ പ്രസക്തമാണോ എന്നറിയില്ല ആഡ് ചെയ്യാനുള്ളത് ഈ സ്ട്രെസ്, കൃത്യമായ സ്ലീപ്പ്, ഇതിനൊക്കെ ലിവർ ഹെൽത്തുമായിട്ട് ബന്ധമുണ്ട്? ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. സ്ട്രെസ്സും സ്ലീപ്പൊക്കെ ലിവർ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി സ്ട്രെസ് ഉള്ള ആൾക്കാരിൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി കുറേ സ്ട്രെസ് ഹോർമോൺസ് റിലീസാവും. കോർട്ടിസോൾ, അഡ്രിനാലിൻ, ഇതെല്ലാം നമ്മുടെ ബോഡിയിലെ ഷുഗറൊക്കെ കൂട്ടുന്ന ഹോർമോൺസ് ആണ്. കാരണം നമ്മുടെ ബോഡി എന്താണ് നോക്കുന്നത്, നമുക്കൊരു സ്ട്രെസ് വന്നു, അപ്പോൾ അതിന് ഡീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കൂടുതൽ എനർജി തരണം. അതാണ് നമ്മുടെ ബോഡിയുടെ നോർമൽ റെസ്പോൺസ്. അപ്പം നമുക്ക് എനർജി ഉണ്ടാക്കുന്ന ഹോർമോൺസ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഷുഗർ കൂട്ടും. അതാണല്ലോ, എന്നാലേ നമുക്ക് എനർജി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഷുഗർ കൂടുമ്പം ഒബ്വിയസ്ലി ലിവറിലോട്ട് കൂടുതൽ
ഷുഗർ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് അതിൻ്റെ കെമിക്കൽ രീതി പറയുന്നത്. അല്ലാതെ സ്ട്രെസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ട്രെസ് ഉള്ളപ്പം സ്ട്രെസ് ഓബ്വിയസ്ലി കുറേ പേർക്ക് സ്ട്രെസ് അവരെ ഓവർ ഈറ്റ് ചെയ്യാൻ തുടങ്ങും സ്ട്രെസ് ഉള്ളപ്പം, അല്ലെങ്കിൽ അവർ ആൽക്കഹോൾ എടുക്കാൻ നോക്കും സ്ട്രെസ്സിന് റിലീഫായിട്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും ലിവറിന് കേടാണ്. അതേപോലെ തന്നെ സ്ലീപ്പിൻ്റെ കുറവുള്ളപ്പോഴും ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഹോർമോൺസ് കൂടുതൽ റിലീസാവും, ലിവറിലോട്ടുള്ള ഫാറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു സ്ട്രെസ് റിലീഫിനുള്ള കാര്യങ്ങളും പ്രോപ്പർ സ്ലീപ്പിനുള്ള കാര്യങ്ങളൊക്കെ ലിവർ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ അതുപോലെ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഡോക്ടർ അടുത്തേക്ക് വരുന്നു, ഡോക്ടർ കുറേ തരത്തിലുള്ള പേഷ്യൻസിനെ കാണുന്നുണ്ടാവുമല്ലോ, ഇവർ ഡോക്ടറോട് വന്ന് പറയുന്ന ആശങ്കകളിലൊക്കെ ഇതൊക്കെ മിത്താണ് എന്ന് ഡോക്ടർക്ക് ഒരു പൊതുജനത്തോട് പറയാൻ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടോ? അതെന്താണ്? ലിവർ റിലേറ്റഡ് മിത്സ് കുറേ അധികമുണ്ട്. ഏറ്റവും കോമൺ മദ്യപിക്കുന്നവരിൽ മാത്രമേ കരൾ രോഗം ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാവർക്കും നമ്മൾ പറയാറുണ്ട്. അത് പക്ഷേ ഇപ്പം കുറച്ചുകൂടെ ആൾക്കാർക്ക് അത് അറിയാം. പണ്ടാണ് എല്ലാവർക്കും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് മദ്യപിക്കുന്നവരിലും ആണുങ്ങൾക്കൊക്കെ മാത്രമേ ലിവർ ഡിസീസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെറ്റബോളിക് സിൻഡ്രോം, അതായത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് മദ്യത്തിനെക്കാട്ടിയും കൂടുതൽ. ഇപ്പം നമ്മൾ ഫാറ്റി ലിവറിനെ സംബന്ധിച്ചോളം മദ്യപിക്കുന്നവരെക്കാട്ടിയും കൂടുതൽ ഫാറ്റ് ലിവർ നമ്മൾ കാണുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവറാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ മിത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഞാൻ മെലിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ലിവർ ഡിസീസിന് സ്ക്രീൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾ കാഴ്ചയിൽ മെലിഞ്ഞതാണെങ്കിൽ നിങ്ങളുടെ വിസറൽ ഫാറ്റ്, അബ്ഡോമിനൽ ഒബീസിറ്റി കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഫാറ്റ് ലിവർ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ള മിത്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വല്ലപ്പോഴും മദ്യപിച്ചുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ റെഗുലറായിട്ട് ഒരുപാട് മദ്യപിച്ചാലേ കുഴപ്പമുള്ളൂ എന്ന് പറയുന്നത്. അതും ഞാൻ നേരത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മദ്യത്തിൻ്റെ അളവ് എല്ലാവർക്കും ഒരേ രീതിയിലല്ല ലിവർ ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന മിത്സ് എന്ന് പറയുന്നത്. ഡോക്ടർ, നമ്മളിങ്ങനെ യൂഷ്വലി പറയാറുണ്ട്, ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പറയാറുണ്ട്, ഒരു തലവേദന വരുന്നു, പാരസെറ്റമോൾ കഴിക്കാൻ സമയത്ത് ഇങ്ങനെ ഡോക്ടർ പറയാതെ വെറുതെ ഗുളിക എടുത്ത് കഴിക്കരുത്, ഇത് ലിവർ അടിച്ചു പോകുമെന്ന് നമ്മൾ പറയുന്നത്. അത് ശരിയാണോ? നിങ്ങൾ ഓവർ ഡോസായിട്ട് മെഡിസിൻ എടുക്കുന്നതോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വേദനയ്ക്ക് പെയിൻ കില്ലേഴ്സ് എടുക്കുന്നതൊക്കെ ലിവറിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് സത്യമാണോ? തീർച്ചയായിട്ടും. ഈ ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചറി അത് വളരെയധികം കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. അത് നമ്മൾ പാരസെറ്റമോൾ, ഇപ്പം നമുക്ക് ഒരു പനി വന്നു, നമ്മളൊരു പാരസെറ്റമോൾ എടുത്തു, അല്ലെങ്കിൽ തലവേദന വന്നു പാരസെറ്റമോൾ, അതിന് കുഴപ്പമില്ല. പാരസെറ്റമോൾ ഓവർ ഡോസിലാണ് യൂഷ്വലി ലിവറിന് പ്രോബ്ലം വരുന്നത്. അതായത് നമ്മൾ റെഗുലറായിട്ട് ആവശ്യമില്ലാതെ പാരസെറ്റമോൾ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ പാരസെറ്റമോൾ ഒരുപാട് ഓവർ ഡോസിൽ എടുക്കുന്നവരിലാണ് പാരസെറ്റമോൾ കാരണം ലിവർ പ്രശ്നം വരുന്നത്. പെയിൻ കില്ലേഴ്സ് യൂഷ്വലി കൂടുതൽ കിഡ്നിക്കാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്, എന്നാലും ലിവറിനും പ്രോബ്ലം ഉണ്ടാക്കാം. എസ്പെഷ്യലി ഓൾറെഡി ലിവറിൻ്റെ അസുഖമുള്ള ഒരാൾ പെയിൻ കില്ലർ എടുക്കുകയാണെങ്കിൽ അവർക്ക് കിഡ്നിയുടെ പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഒക്കെ കുറച്ചുകൂടെ കൂടുതലാണ്. നമ്മൾ പക്ഷേ ലിവർ ഇഞ്ചറി കൂടുതലും കാണുന്നത് ഈ ഹെർബൽ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എടുക്കുന്നതിലാണ് എപ്പോഴും കൂടുതൽ കാണുന്നത്. നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ലേബർ ചെയ്ത് വരുന്ന എല്ലാ സാധനവും നാച്ചുറൽ അല്ല. ആൾക്കാർക്ക് അതും ഒരു മിത്താണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയി. അപ്പം നാച്ചുറൽ എന്ന് പറഞ്ഞ ലേബിലുള്ള എന്ത് സാധനവും ആൾക്കാർ ഓവർ ദ കൗണ്ടറായിട്ട് എടുത്ത് മേടിച്ച് കഴിക്കുന്ന കാണാറുണ്ട്. ഈവൻ ലിവർ ഹെൽത്തിന് കഴിക്കുന്ന പല സാധനങ്ങളും നാച്ചുറൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലും ലിവറിന് അത്ര നല്ലതല്ല. അതെ, ഒറ്റമൂലികൾ പലപ്പോഴും നമ്മൾ ഒരുപാട് ഈ ഒറ്റമൂലി കഴിച്ചിട്ട് ലിവർ ഫെയിലിയറായി ലിവർ ട്രാൻസ്പ്ലാന്റിലേക്ക് പോലും പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതേപോലെ ചിലപ്പോൾ വളരെ യങ് ആയിട്ടുള്ള പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ എല്ലാം കൊണ്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും എല്ലാം നോക്കുമ്പോൾ സിവിയർ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതായത് കുറേ നാൾ മദ്യപിച്ചുള്ള ആൾക്കാർക്ക് വരുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ അതേ ചേഞ്ചസ് ആണ്. പക്ഷേ യങ് ആണ്, ഫീമെയിൽ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ നിങ്ങൾ ആൽക്കഹോൾ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെടുത്തിട്ടില്ല, ഒന്നും എടുത്തില്ല. അവസാനം ഈവൻ ലിവർ ബയോപ്സി വരെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ചില പേഷ്യൻസ്. അപ്പോഴും ആൽക്കഹോൾ ഉണ്ടാക്കുന്ന അതേ ചേഞ്ചസ് ആണ് ലിവറിൽ അങ്ങനത്തെ പേഷ്യൻസ് കാണുന്നത്. പിന്നെയാണ് നമ്മൾ കുറേ നാൾ പോകുമ്പോൾ അവർ എന്തെങ്കിലും ഹെൽത്തിന് വേണ്ടി അമ്മൂമ്മ അരിഷ്ടം തന്നുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ലേഹ്യം തന്നുകൊണ്ടിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് അതിൻ്റെ കണ്ടൻസ് അറിഞ്ഞിടത്തോണ്ടെങ്കിൽ അത് ഏതാണെന്ന് കൃത്യമായിട്ട് പറയാൻ പോയി. പക്ഷേ അങ്ങനെയുള്ള സാധനങ്ങളും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ അവർ ആൽക്കഹോൾ ഉണ്ടാക്കുന്ന അതേ ചേഞ്ചസ് ആണ് അവരുടെ ലിവർ ബയോപ്സിയിൽ പോലും ഉള്ളത്. അപ്പോൾ അങ്ങനെ പല അരിഷ്ടങ്ങൾ, പല ലേഹ്യങ്ങൾ, ഇതിലൊക്കെ ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി ആൽക്കഹോൾ ചിലതിനകത്ത് സ്റ്റിറോയിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്, ചിലതിനകത്ത് ഹെവി മെറ്റൽസിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. ഈ 3 സാധനങ്ങളും ലിവറിന് വളരെയധികം ഡാമേജ് ആണ്. നമ്മൾ ഒരുപാട് കേസസ് കണ്ടിട്ടുണ്ട് ഇതേപോലെ വളരെ ലേറ്റ് സ്റ്റേജ് ഓഫ് ലിവർ ഡിസീസിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ഹെർബൽ മെഡിസിൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് മെഡിസിൻ ഇൻഡ്യൂസ് ലിവർ ഇഞ്ചറി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ അലോപ്പത്തിക് സിസ്റ്റം ഓഫ് മെഡിസിൻസിൽ ലിവർ ഡാമേജ് ഉണ്ടാക്കുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും അറിയാം ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ലിവർ ഡാമേജ് വരും എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ മെഡിസിൻസ് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലിവർ പ്രൊട്ടക്ഷന് വേണ്ടി എന്തെങ്കിലും കൂടെ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഫോളോ അപ്പ് ചെയ്യും. ഇപ്പോൾ ഒരാൾക്ക് TB വന്നു, ആൻറ്റി TB ഡ്രഗ്സ്, ലിവറിന് കുറച്ച് പ്രശ്നമുള്ള ഡ്രഗ്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു TB ഉള്ള ഒരാൾക്ക് നമ്മൾ TBക്ക് വേണ്ടി മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലിവർ ഫംഗ്ഷൻ മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും സ്ലൈറ്റസ്റ്റ് വ്യത്യാസം വരുമ്പോൾ പോലും നമ്മൾ അതിൻ്റെ ഡ്രഗ്സിൻ്റെ ഡോസ് മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിവർ പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുകയോ ചെയ്യും. അതുപോലെ വേറെ
കുറേ ഡ്രഗ്സ്, ചില സീഷറിന് വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്സ്, അങ്ങനെ പല ഡ്രഗ്സിനും ഇതുപോലെ ലിവർ റിലേറ്റഡ് ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷേ ഈ മെഡിസിൻസിൻ്റെ ഒന്നും സൈഡ് എഫക്ട്സ് ഒന്നും പ്രൂവണും അല്ല, ഡോക്യുമെൻറ്റഡും അല്ല. അപ്പോൾ അവരിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും, വളരെ ലേറ്റ് സ്റ്റേജിലായിരിക്കും. നമ്മുടെ അടുത്ത് വന്ന് ഇപ്പോൾ ചിലവർ വന്ന് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ലീവ് 52 എന്ന് പറഞ്ഞ ഗുളിക ഞാൻ എല്ലാ ദിവസവും ഒരെണ്ണം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറഞ്ഞ ലീവ് 52ൻ്റെ കണ്ടന്റ് തിരിച്ചു നോക്കുമ്പോൾ കുറേ അധികം പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആണ്. ആ പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ഒന്നും അതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് അറിയാത്ത കണ്ടന്റ് ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. ഡോക്ടർ ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ചോദിക്കാൻ തോന്നുന്നൊരു കാര്യമാണ്, ഡോക്ടറിൻ്റെ ഈ കരിയറിൽ ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു കേസോ അല്ലെങ്കിൽ ഒരു ലൈഫ് മാറിയതോ ഒരു ചെറിയ ആൾക്ക് ലിവറിൻ്റെ പ്രശ്നമായി വന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് ഓർമ്മയിലുള്ളത് പറയാനുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കേസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഡ്രഗ് ഇൻഡ്യൂസ് ലിവർ ഇഞ്ചറി, നമ്മൾക്ക് ഒരുപാട് സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കേസായിരുന്നു. അതേപോലെ തന്നെ വളരെ യങ് ആയിട്ടുള്ള ലിവർ ഡിസീസ് ഉള്ള പേഷ്യൻസ് ഒരുപാട് പേര് വരാറുണ്ട്. അവർ രക്ഷപ്പെടുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഒരു സന്തോഷമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജനറ്റിക് ആയിട്ടുള്ള ലിവർ ഡിസീസ് ഉള്ളവർ, വിൽസൺസ് ഡിസീസ് എന്ന് പറയും, ഈ കോപ്പർ ഡെപ്പോസിഷൻ ലിവറിലോട്ട് അടിഞ്ഞിട്ട് നമുക്ക് വളരെ യങ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരുന്നു. 16-year-old ഫീമെയിൽസ്, അങ്ങനത്തെ വളരെ യങ് ആയിട്ടുള്ള പേഷ്യൻസ് ഇതുപോലെ ലിവർ ഫെയിലിയർ ആയിട്ട് വന്നു. അങ്ങനെയുള്ള പേഷ്യൻസ് ചിലവർ ട്രാൻസ്പ്ലാന്റിലോട്ട് തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ചിലവരൊക്കെ ട്രാൻസ്പ്ലാന്റ് ഒന്നും ഇല്ലാതെ നമ്മുടെ മെഡിക്കൽ മാനേജ്മെൻറ്റ് വളരെയധികം ഹീലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം വളരെ യങ് ആയിട്ടുള്ള ലിവർ പേഷ്യൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ആയി വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റായിട്ട് കുറച്ചുകൂടെ ഇതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈവൻ ആൽക്കഹോൾ എടുക്കുന്ന ആൾക്കാരിലും പലപ്പോഴും ആളുകൾ ഞങ്ങളുടെ അടുത്ത് എത്തിയതിന് ശേഷം അവർ പിന്നെ ആൽക്കഹോൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി, അവരുടെ ആൽക്കഹോൾ നിർത്തിയെന്ന് മാത്രമല്ല അവരുടെ കുടുംബം അത് കാരണം രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴും നമുക്ക് വളരെയധികം സന്തോഷമാണ്. അതായത് ആൽക്കഹോൾ കാരണം നശിച്ചു പോകാൻ്റെ വക്കിലിരുന്ന കുടുംബം, അറ്റ്ലീസ്റ്റ് ആ കുടുംബനാഥന് സിറോസിസ് വന്നു എന്നുണ്ടെങ്കിലും ചിലവർ അതുകൊണ്ട് ഫുള്ളായിട്ട് ആൽക്കഹോൾ നിർത്തി, പിന്നെ അവരുടെ ലിവർ കുറച്ച് നന്നായിട്ട് റിക്കവർ ചെയ്ത് വന്ന് അവരുടെ കുടുംബം തന്നെ രക്ഷപ്പെട്ട് അവർ വളരെയധികം നന്ദിയോടെ നമ്മളെ ഓർക്കാറുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. ഡോക്ടർ ഇതുപോലെ ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്, ഇത് മിത്താണോ ശരിയാണോ എന്നറിയില്ല. ഒരിക്കൽ നിങ്ങളൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി ആൽക്കഹോൾ പൂർണ്ണമായും നിർത്തി, ഒരു 4 months ഗ്യാപ്പ് എടുത്തു, പിന്നെയും ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇരട്ടി എഫക്റ്റാണ് ശരീരത്തിന് വരുന്നത് എന്ന് പറയുന്നത് സത്യമാണോ? ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വൈൽ ഓൺ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആൽക്കഹോൾ എടുത്താൽ തീർച്ചയായിട്ടും അത് ഇരട്ടി എഫക്റ്റ് ആയിട്ട് തിരിച്ചു വരും. കാരണം ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ പല മരുന്നുകളും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ആ സമയത്ത് ആൽക്കഹോൾ എടുക്കുമ്പോൾ നമുക്ക് വളരെയധികം സിവിയർ ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് പിന്നെ ആൽക്കഹോൾ ഒരിക്കലും എടുക്കാൻ തോന്നില്ല എന്നുള്ള രീതിയിലാണ് പല ഡി അഡിക്ഷൻ മെഡിസിൻസും ആക്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി ഡൈസൾഫറാം എന്നൊക്കെ പറഞ്ഞ ചില മെഡിസിൻസ് ഉണ്ട്. അതെടുക്കുമ്പോൾ ആൽക്കഹോൾ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൽക്കഹോൾ എടുക്കുകയാണെങ്കിൽ ഭയങ്കര കഠിനമായിട്ടുള്ള നെഞ്ചുവേദന, വയറുവേദന, സ്വെറ്റിങ്, അങ്ങനെ വളരെ ബുദ്ധിമുട്ട് വരാം. ചിലപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പോലും തോന്നിക്കാവുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ വരാം. ചിലപ്പോൾ ചിലവർക്ക് ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ വരാം. അത്രയ്ക്ക് സിവിയർ ആയിട്ടുള്ള ചേഞ്ചസ് വരാം. അപ്പം ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മദ്യപിച്ച് കഴിഞ്ഞാൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാവും. ഈവൻ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് നിർത്തിയതിന് ശേഷം മദ്യപിക്കുമ്പോൾ ലിവറിന് അത് കൂടുതൽ കേടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കൂടുതൽ കാണുന്ന ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് നിർത്തിയതിന് ശേഷം മദ്യപിക്കുന്ന ആൾക്കാർ ഒരു വളരെ കുറച്ച് ലെവലിലൊന്നും ആയിരിക്കത്തില്ല മദ്യപിക്കുന്നത്. അവർ പിന്നെ വളരെയധികം ബിഞ്ച് ഡ്രിങ്കിങ്ങിലോട്ട് പോകുന്നതായിട്ടാണ് എപ്പോഴും കാണുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരുപാട് പേഷ്യൻസ് നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മൾ ട്രീറ്റ് ചെയ്ത് ഡി അഡിക്ഷനൊക്കെ എടുത്ത് വളരെ നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു സ്ട്രെസ്സറോ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ അവർ വീണ്ടും റെസിഡിവിസം എന്നുള്ള വീണ്ടും റിലാപ്സ് ഇൻ ടു ആൽക്കഹോൾ, ഒരുപാട് ബിഞ്ച് ഡ്രിങ്കിങ് ആയിട്ട് വന്ന് പിന്നെ ലിവർ ഫെയിലിയർ ആയിട്ട് വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കുടിച്ച് തുടങ്ങാം എന്ന് വെച്ച് ഡി അഡിക്ഷന് ശേഷം കുടിച്ച് തുടങ്ങരുത്. കാരണം വൺസ് തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ അവർക്ക് നിർത്താനുള്ള ശേഷി വളരെയധികം കുറവായിരിക്കും. ഡോക്ടർ, എനിക്കറിയാം ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത്. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ടോക്കായിരുന്നു. കുറേ മിത്സ്, കുറേ പുതിയ അറിവുകൾ. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.